ഇനി ദൈവജ്ഞേന സമാഹിതേന സമയം, നിങ്ങൾ വന്നതായ സമയം, അതിൽ ബാലാന്നവർജിതാരാസു ഗണ്ഡാന്തോഷ്ണവിശേഷുജ അഷ്ടമീ വിഷ്ടിരിക്രാസു സ്ഥിരേഷു കരണേഷു ച തിഥിനക്ഷത്രരാശി അംസസന്ധൗജ ഗുളികോദയേ ചക്രാർദ്ധേ ഗ്രഹണേ സാർപ്പശിരസ്യേകാർഗളേ തഥാ മൃത്യുദഗ്ധാദിയോഗേഷു പാപദൃഷ്ട്യുദയേഷു ച ത്രയോദശ്യാം പ്രദോഷേ ച നിശീധേ രവിദർശനേ സംക്രാന്തൗ ച തഥാ വൃഷ്ടുർവിപൽപ്രത്യയോർവധേ അഷ്ടമേ ച തഥാരാശു ജന്മാഷ്ടമഗതേ വിദൗ ഇത്യാദി ദുഷ്ടകാലേഷു പ്രശ്നസ്യാദശുഭപ്രദ ഇത്യാദി ദോഷരഹിതേ കാലേ അമൃതഘടീഷു ച ശുഭാനാമുദയേ ദൃഷ്ടൗ മുഹൂർത്തേഷു ശുഭേഷു ച സിദ്ധാമൃതാദിയോഗേഷു പൃച്ഛാഭീഷ്ടഫലപ്രദ. 36 കൂട്ടം ദോഷങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് ആ സമയത്തുള്ള. അതിൽ ബാലാന്നവർജിതാരമാണോ? ആണ്. ജന്മോടു ആയതുകൊണ്ട് ബാലാന്നവർജിതാരമാണ്. അതെ, രോഹിണി ആയതുകൊണ്ടല്ല, ഇവിടുത്തെ നക്ഷത്രം ആയതുകൊണ്ട് ബാലാന്നവർജിതാരമാണ്. ഗണ്ടാന്തൊക്കെ നോക്കിയോ? ഒക്കെ നോക്കിയോ? ഗണ്ടാന്നുണ്ടാവില്ലല്ലോ. ഗണ്ടാന്തല്ല, ഉഷ്ണമില്ല, വിഷമില്ല, അഷ്ടമിയില്ല, വിഷ്ടിയില്ല. അഷ്ടമി വിഷ്ടി രിക്രാസു, രിക്തല്ല. സ്ഥിരേഷു കരണേഷു ച തിഥിസന്ധി ഇല്ല. ഉണ്ടോ? നോക്കിയോ? നക്ഷത്രസന്ധി ഇല്ല. രാശിസന്ധി, അംസകസന്ധി ഇല്ല. തിഥിനക്ഷത്രരാശി അംസസന്ധൗജ ഗുളികോദയേ ചക്രാർദ്ധേ. ലാടവൈദ്യുതങ്ങളുണ്ടോ നോക്കണം. ഇല്ല. ഗ്രഹണേ സാർപ്പശിരസ് വരണം, അത് വരണം, എന്നാലും നോക്കിയാൽ മതി. ഏകാർഗളം ഉണ്ട്. ഏകാർഗളേ തഥാ മൃത്യുയോഗ മഖ ശൂർപ്പ എന്ന് പറഞ്ഞു. വിശാഖവും തിങ്കളാശയം പറഞ്ഞു, അതില്ല. ദഗ്ധയോഗം ബുധദ്വിതീയ കുജപഞ്ചമീജ ഷഷ്ടി ഏകാദശിയാം സോമ. ഏകാദശിയും തിങ്കളാശയം പറഞ്ഞു, ഇല്ല. പാപദൃഷ്ടിയേഷുജ, പാപദൃഷ്ടി അന്നും ധനുലഗ്നം തന്നെയാ. ചൊവ്വയുടെ ദൃഷ്ടിയാ. ത്രയോദശ്യാം പ്രദോഷേ ച നിശീധേ രവിദർശനേ സംക്രാന്തൗ ച തഥാ പൃഷ്ടുർവിപൽപ്രത്രയോർവധേ. പൃഷ്ടാവിൻ്റെ വിപൽപ്രത്ര വധനക്ഷത്രങ്ങൾ അല്ലല്ലോ. അഷ്ടമേജ തഥാ രാശൗ. അഷ്ടമരാശി ലഗ്ന. ലഗ്നം. ജന്മാഷ്ടമഗതേ വിധൗ ഇല്ല. ഇത്യാദി ദുഷ്ടകാലേഷു പ്രശ്നസ്യാദശുഭപ്രദ ഇത്യാദി ദോഷരഹിതേ കാലേ അമൃതഘടി ഹിമോ രാമജലം. തിങ്കളാഴ്ച ഒന്നുമില്ല. ശുഭാനാമുദയേ ദൃഷ്ടവും ഇല്ല. മുഹൂർത്തേഷു ശുഭേഷു ച ഇന്നലെ കണ്ടില്ലേ, ഏതാ? ഇന്ദ്രമുഹൂർത്തം നന്നല്ല, മുഹൂർത്തം കഴിച്ചു. സിദ്ധാമൃതാദിയോഗേഷു അമൃതയോഗമൊന്നുമില്ല. മാരുത വസു പ്രചേതസാഹ എന്നല്ലേ, അതില്ല. വൃക്ഷാഭീഷ്ടഫലപ്രദ എന്നല്ലേ. അപ്പം 36 കൂട്ടം ദോഷങ്ങളിൽ 4 ദോഷങ്ങളുള്ള സമയത്താണ് ഈ പ്രസത്തിൻ്റെ ക്ഷണം. അതിലൊന്ന് ബാലാന്നവർജ്യം എന്ന് പറയുന്ന ദോഷമാണ്. ബാലാന്നവർജ്യം എന്ന് പറയുന്ന ദോഷത്തിൻ്റെ ഫലം ബാലാന്നേതര താരക എതിരുജ ഭുക്തിദ്ഭവ പൃച്ഛതാം എന്നല്ലേ. ബാലാന്നേതര താരക എതിരുജ ഭുക്തിദ്ഭവ പൃച്ഛതാം. നിവേദ്യ വിഷയത്തിൽ ദോഷമുണ്ട് എന്നുള്ളതാണ്. അപ്പം നിവേദ്യ നിലയം തയ്യാറായി കഴിഞ്ഞാൽ നിവേദ്യ വിഷയങ്ങളിലൊക്കെ ദോഷം ഉണ്ടാവും. അപ്പോൾ നിവേദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ജലസങ്കേതം അതൊക്കെ നേരെയാക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പം നിവേദ്യത്തിൽ അപൂപാദവും അന്തഗേഹേ, ശനിക്ഷേത്രമായിട്ട് വരുമ്പോൾ അപൂപാദികൾ, അപ്പം മുതലായിട്ടുള്ള നിവേദ്യങ്ങൾക്കൊക്കെ ഇവിടെ പ്രാധാന്യമുണ്ട്. അപ്പം, പാല്, ഇതൊക്കെയാണ് ഏറ്റവും. കദളിപ്പഴം ഉണ്ടാവല്ലോ. ഗിരിതരു കദളി. അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കദളീൻ്റെ ആളാ. കദളിയാണ്. അപ്പോൾ കദളിപ്പഴം, അപ്പം തുടങ്ങിയിട്ടുണ്ടാകുന്നത് ആ സാധനങ്ങൾ
ഈ കഷായത്യവി എന്ന് പറഞ്ഞത് കൊണ്ട് ആയുർവേദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായ ചില മരുന്നുകൾ, അതൊക്കെ ഇവിടുത്തെ വിശേഷ നിവേദ്യങ്ങളാ. ഈ കർക്കിടക മാസത്തിൽ എന്തെങ്കിലും വിശേഷം കാണുന്നുണ്ടല്ലോ? അഷ്ടമത്തിലൊരു ചന്ദ്രൻ, എന്തെങ്കിലും നിവേദ്യങ്ങളുണ്ടോ? ആ ആ കർക്കിടകത്തിനൊരു പ്രാധാന്യമുണ്ട്. ആ കാലത്തും കുറച്ച് ഭൂരിയായ നിവേദ്യങ്ങളൊക്കെ വെക്കേണ്ടതുണ്ട് എന്നർത്ഥം. ശ്യാമ സരോമ ശ്രവണ കിരീടി തുക്പത്ര നിര്യാസം, തുക്ക് പത്ര നിര്യാസ ഫലൈഹി. ഫലൈഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ചില ഫലവസ്തുക്കൾ, തേങ്ങ പോലെയൊക്കെ ഉണ്ടാകുന്ന വസ്തുക്കളില്ലേ, തേങ്ങയൊക്കെ സമർപ്പിക്കാറില്ലേ? ആ തേങ്ങയും പൂവും ഒക്കെ കൂടിയല്ലേ ഇന്നലെ ആ സങ്കല്പത്തിൻ്റെ സമയത്തും എടുത്തു വെച്ചത്. അതുകൊണ്ട് ഫലസാധനങ്ങൾ, അത് തേങ്ങാന്നില്ല, ഫ്രൂട്ട്സിൻ്റെ ഫലസാധനങ്ങളും ആവാം. ഈ ഒരു രഹസ്യമായ നിവേദ്യം എന്തായാലും അങ്ങനെ പുറത്തുനിന്നൊന്നും ആരും അറിയില്ല. വളരെ രഹസ്യമായിട്ട് പോയിട്ട് അങ്ങനെ നിവേദ്യം കഴിക്കുന്നത്, അല്ലെങ്കിൽ വാതിലടച്ചിട്ട് നിവേദിക്കുന്നത്. ആ വാതിലടയ്ക്കോ? എല്ലാ പൂജത്തിക്കും ആ രഹസ്യമാണ്, പുറത്തു നോക്കിയാൽ കാണരുത്. നിവേദിക്കുന്ന സമയത്ത് രഹസ്യമായിട്ടുള്ള നിവേദ്യമാണ് വേണ്ടത്. ചന്ദ്രനായാലും ശനിയായാലും ഗൂഢനിവാസശീലമുണ്ട്. അതിനെക്കൊണ്ട് വളരെ രഹസ്യമായ രീതിയിലാണ് നിവേദ്യം നടത്തേണ്ടത്. ഇവിടുത്തെ ചില പാത്രങ്ങളൊക്കെ കളവ് പോയി എന്നാണ്. ആ പാത്രക്ഷതി അല്ലേ? ഇന്നലെ താമ്പൂല ആരും കൊടുത്തിട്ടുണ്ട്. 2 പാവയോഗം. സുപൂർവ നിജിതദ്രവ്യക്ഷയോ വക്രരുക്ക് ഭർത്തവ്യാമേ ദക്ഷിണാംബകരുജോ ദുഷ്ടോക്തി പാത്രക്ഷതി. എടുത്തുകൊണ്ടുപോയി. ആ ഇവിടെ കളവ് വളരെ ശ്രദ്ധിക്കണം. ഈ പുറത്ത് പാത്രമൊക്കെ തേക്കാനിട്ട് ആ പാത്രമൊക്കെ എടുത്താരെയും പോയാൽ കഴിഞ്ഞില്ലേ? ഇപ്പോൾ വില കൂടിയ ചില സാധനങ്ങൾ നഷ്ടപ്പെട്ട്, കുംഭരാശി 3-ാം ഭാവമായിട്ട് ശനികുളികന്മാരെ യോഗ. അപ്പോൾ ചെമ്പ് പോലെയൊക്കെ ഉണ്ടാകുന്ന വലിയ പാത്രങ്ങളില്ലേ, വലിയ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും കളവ് പോവുക. പാത്രം ചിന്തിക്കേണ്ടത് 2-ാം ഭാവം കൊണ്ടാണ്. പാത്രാധിപനായ ഗ്രഹം ചില ഈ സാധാരണ നിലയിൽ ഓടിൻ്റെ പാത്രങ്ങളൊക്കെയാണ് നിവേദിക്കാൻ വേണ്ടത്. ഓടിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങളെ പറ്റുള്ളൂ. അതിൽ താഴെയുള്ള ചില പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റീലുണ്ടോ? സ്റ്റീൽ പാടില്ല. ഈ ശനിക്ക് ഇരുമ്പ്, ഇരുമ്പ് ശുദ്ധീകരിച്ച ഇരുമ്പാണല്ലോ സ്റ്റീല്. ആ അയസ. അപ്പോൾ അതുകൊണ്ട് സ്റ്റീലിൻ്റെ പാത്രങ്ങളിൽ നിവേദിക്കാൻ പാടില്ല എന്ന് വെക്കണം. ഓട്ടുപാത്രങ്ങൾ എല്ലാത്തിനും എല്ലാ നൈദ്യവും വെക്കാൻ വേണ്ടിയിട്ട് പാകത്തിലുള്ള ഓട്ടുപാത്രങ്ങൾ വേണം. പാത്രത്തിൻ്റെ അശുദ്ധി ഒരു പ്രധാന. പാത്രം നന്നായിട്ട് കഴുകുക വേണം. തലേന്നുള്ള ഒന്നും അതിൽ ബാക്കി ഉണ്ടാവരുത്. ഒക്കെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷമേ പറഞ്ഞു. കഴുകാൻ എന്താ ഉപയോഗിക്കുക? സോപ്പല്ല, വെണ്ണീരാണ് ഉപയോഗിക്കേണ്ടത്. ക്ഷേത്രത്തിലുള്ള വസ്തുക്കൾ കഴുകാൻ ചാരത്തിലാണ് കഴുകുന്നത്. ആദ്യം വേണേൽ വെള്ളീരൊക്കെ സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിക്കോളൂ, സെബീനൊക്കെ ഇട്ടിട്ടൊന്ന് വേണേൽ കഴുകിക്കോളൂ. അവസാനം ചാരത്തിൽ കഴുകണം. ഈ തുവാൻ വരുന്ന സമയത്ത് കിണ്ടി എങ്ങനെയാണ് കഴുകുക? തുവാൻ വരുന്ന സമയത്ത് കിണ്ടിയിലെ വെള്ളം മറിച്ച് പോരണ്ടേ? അപ്പോൾ വെണ്ണീര് ഇടും. പണ്ട് ഒന്നും ഇടുന്നില്ല, വെണ്ണീരെടുത്തിട്ട് അത് ആ പാത്രം കഴുകിക്കൂല. അപ്പോൾ ഒട്ടുപാത്രങ്ങൾ വെണ്ണീരിൽ കഴുകണം, എന്നാലേ ശുദ്ധിയാവും. പിന്നെന്താ? പാത്രത്തിൻ്റെ അതാണ് പാത്രം സ്ഥല്യാധികം വാ സ്ഥിര ഇഹ ഭവനെ ശോഭനം തദ്ഗൃഹേഷു. പാത്രം സ്ഥല്യാധികം വാ, പാത്രം നിറച്ച് നിവേദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? പാത്രം നിറച്ച് നിവേദിക്കുക. പുര്യാത് ഊർധ്വമുഖേന, ഊർധ്വമുഖ രാശിയാണ് നിവേദ്യസ്ഥാനം വരുന്നത് വെച്ചാൽ മുകളിൽ തന്നെ ഉണ്ട്, അത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നർത്ഥം. ആ ശനി നിൽക്കുന്ന നക്ഷത്രം ഏതാ? തിരുവോണം, അവിട്ടം, ചതയം.
പൂരൂരുട്ടാതി നക്ഷത്രം ആയതുകൊണ്ട് ഇവിടെ മാങ്ങ നിവേദിച്ചിട്ടുണ്ടല്ലോ. ആ തെന്മാവ, തെന്മാവ മാങ്ങ നിവേദിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? നിവേദിക്കാറ്. ആ മാങ്ങയുടെ അച്ചാറ്. മാങ്ങയുടെ അച്ചാറ്. അച്ചാറ് എന്ന് പറഞ്ഞാൽ മുളകുണ്ടാവില്ലേ? മാമ്പഴം നേരിക്കണം. അച്ചാറുണ്ടാകുമ്പോൾ മുളക് പൊടി ഉണ്ടാവില്ലേ? അത് നേരിക്കാൻ പാടില്ല. മുളക് പൊടി ഇട്ടിട്ട് നേരിക്കാൻ പാടില്ല. മുളക് പൊടി ഇട്ട് നേരിക്കോ? അല്ല, മുളക് പൊടി പാടില്ലാത്ത കണ്ണിമാങ്ങ. അത് കണ്ണിമാങ്ങയാ, മാങ്ങ അച്ചാറല്ലേ? ആ പാടില്ലല്ലോ. മുളകിന്റെ വസ്തുക്കൾ പാടില്ലാത്തതാണ് ക്ഷേത്രാചാരത്തിൽ. അത് മുളകില്ലാത്ത പദാർത്ഥങ്ങൾ മതി. അകത്ത് കൊടുക്കുന്നത്, അകത്ത് ഭഗവാൻ നേരിക്കുന്നത്. ആ തല സദ്യ കൊടുക്കുമ്പോൾ മുളകില്ലാത്ത സദ്യ. ഇപ്പം 4 കറി വെച്ച് നമ്മൾ നേരിക്കാറില്ലേ? 4 കറി വെച്ച് നേരിക്കാറില്ലേ? ആ ഉപ്പുമാങ്ങയ്ക്ക് കുഴപ്പമില്ല. ഉപ്പുമാങ്ങയ്ക്ക് കുഴപ്പമില്ല. ഉപ്പുമാങ്ങയാവാം. ഉപ്പുമാങ്ങ വേണം. ഉപ്പുമാങ്ങ ഉണ്ടല്ലോ. ആ കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങ. അപ്പൊ ഉപ്പുമാങ്ങയാവാം. മുളകിട്ടതാ പറ്റില്ല. മുളക് അകത്തേക്ക് നിവേദിക്കുന്നതായ വസ്തുക്കൾക്ക് മുളക് പാടില്ല. മരിജാതി ലേപം എന്ന് പറയുന്ന ഒരു ദോഷം വരും. ബിംബത്തിൽ മരിജാതി ലേപം പാടില്ല. അഞ്ചിൽ സൂര്യൻ നിവേദ്യവതിയായ ഗ്രഹത്തിനോട് ചേർന്നിട്ടാ. അപ്പൊ അവിടെ മുളക് നേദിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, കുരുമുളക് നേദിക്കാൻ നിയമമുണ്ട്. ഇപ്പോൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കല്ലേ? ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ഉണ്ടാവില്ലേ? അതിൽ നേദിക്കാറുണ്ട്. കുരുമുളക് നേദിക്കാറുണ്ട്. കുരുമുളകിന് ആ പ്രശ്നമല്ല. മറ്റത് അങ്ങാടി മുളകല്ലേ വരിക? അത് പാടില്ല. അത് മരിജാലേപനാദ്യം ഖരാൻസുര്യോഗേ എന്ന് വന്നല്ലോ. മരിജാലേപനത്തിൻ്റെ ദോഷങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ട് അകത്ത് നേദിക്കുന്ന വസ്തുക്കൾക്കൊക്കെ മുളക് ഉപയോഗിക്കാൻ പാടില്ല. ഉപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പല്ല ഉപയോഗിക്കാൻ പാടില്ല. ഇന്ദുപ്പേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ കല്ലുപ്പ് പാടില്ല, ഇന്ദുപ്പ്. ഉപ്പിട്ടത് നിവേദിക്കാം. ഉപ്പിട്ടത് അഷ്ടമത്തെ ചന്ദ്രന, കടുക, ലവണം ഉപയോഗിക്കാം. ഉപ്പുമാങ്ങയാവാം. ഉപ്പിട്ടിട്ടുള്ള മറ്റു പദാർത്ഥങ്ങൾ നേദിക്കാം. പക്ഷേ അതൊക്കെ ചന്ദ്രനായിട്ട് വന്നതുകൊണ്ട് ഇന്ദുപ്പാ വേണ്ടത്. അത് ഈ ശുദ്ധീകരിക്കുന്നതിൻ്റെ വ്യത്യാസത്തിൽ വരുന്നതാ. രണ്ടും 2 വിധത്തിലാണ് അത് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ പച്ചക്കർപ്പൂരം ചേർത്തിട്ടുണ്ടെങ്കിലും പദ്ധതി ഉണ്ടോ? ലഡു ആയിക്കോട്ടെ. അതാ ബാലാന്നേതര താരക എതിർജ ഭുക്തിദ്ഭവ പൃച്ഛതാം, ഭുക്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദോഷം. അതേപോലെ ധാരാളം അന്നദാനവും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. ഇവിടുന്ന് അങ്ങനെ മന്ദേ കത്തന ദീക്ഷിത ഗൃഹമപേത്യാധോ രുഷായാസ്തി. ആ ഗുളികനും ശനിയും കൂടി. ഇവിടെ ഏതോ ഒരു സന്യാസിയെ പോലുള്ള ഒരാൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഇറങ്ങിപ്പോയൊരു കഥ എന്താ? സ്വാമിയാരോ അങ്ങനെ ആരെയും ഇവിടുന്ന് ദേഷ്യം പിടിച്ച് ഭക്ഷണം കഴിക്കാണ്ട് പോയോ? എന്ത് കാണുന്നു? കസ്തന ദീക്ഷിത ഗൃഹമപേത്യാധോ രുഷായാസ്തി. അവസാനം കോപിച്ചിറങ്ങിപ്പോയി എന്നല്ലേ? എന്താ പറഞ്ഞോളൂ. ആ
ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് ഇറക്കി വിട്ടാൽ ആരായാലും പാപ. നമുക്കൊക്കെ അത്യന്താപേക്ഷിതമായ സാധനം ഭക്ഷണം മാത്രമാണ്, ബാക്കിയൊന്നും പ്രശ്നമില്ല. വസ്ത്രം ഇല്ലെങ്കിൽ പ്രശ്നമില്ല. സർവം ഭക്ഷണത്തിലാണ് വന്ന്. അത് നന്നായില്ല. ഈ ഭക്തിയുള്ള ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് അങ്ങനെ വിവേചനമൊന്നും ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പൊതുജനങ്ങൾ ആരും ഇങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിലായിരിക്കണം. ഭക്തിയോട് കൂടിയിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അത് നിഷേധിച്ചാൽ ദോഷം വരും. ഈ ചണ്ടാലൻ്റെ ഭക്തിക്ക് മുന്നിലല്ലേ പരമശിവൻ പ്രത്യക്ഷനായത്. മാർഗാവർത്തിത പാതുകം പശുപതേരംഗസ്യ കൂർച്ചായതേ ഗണ്ഡൂഷംഭു നിഷേവനം മുരടിപൂ നവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിത മാംസപിണ്ഡമജലം നവ്യോപഹാരായതേന. അതായത് ഈ കാട്ടാളന് ശിവനെങ്ങനെ ഭജിച്ച് വെച്ച് ശിവൻ്റെ ഭക്തി അങ്ങോട്ട് കൂടി. അപ്പോൾ ഒരു കല്ലൊക്കെ വെച്ചിട്ടാ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്. ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് പൂജ ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി, അയ്യോ ഭഗവാന് കണ്ണില്ലല്ലോ, അപ്പോൾ ഭഗവാൻ ഒരു കണ്ണുണ്ടാക്കി കൊടുക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഒന്നുമില്ല, തൻ്റെ കണ്ണ് ചൂന്നിട്ട് ഭഗവാന് കൊടുക്കാം തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ധരിച്ച ചെരുപ്പെടുത്തിട്ട് ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ ചാരി വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കണ്ണ് ചൂന്നിട്ടാണ് വെക്കുന്നത്. പിന്നെ ഇയാൾക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലാവില്ലല്ലോ, അതിനോട് അടയാളം വെക്കണ്ടേ. അപ്പോൾ ചെരുപ്പിൻ്റെ രണ്ടറ്റവും കണ്ണിൻ്റെ ഭാഗത്തിൽ അവിടെ വെച്ചിട്ട് ആരെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഭാഗത്തിൽ അതെടുത്ത് വെച്ചിട്ട് ഇയാൾ കണ്ണ് ചൂന്നിട്ട് 2 കിലോ വെച്ചു. മാർഗാവർത്തിത പാതുകം പശുപതേരംഗസ്യ കൂർച്ചായതേ ഗണ്ഡൂഷംഭു നിഷേവനം. ഈ പുഴയിലൊക്കെ പോയിട്ട് വെള്ളം കയ്യിലും വായയിലും ഒക്കെ ആക്കി വന്നിട്ട് തുപ്പൊക്കെയാണ് ചെയ്ത് അഭിഷേകം. അറിയില്ല, നിശ്ചല്ല, പക്ഷെ ഭക്തി അസാധ്യ. അതുകൊണ്ട് അഭിഷേകം ചെയ്തു. കിഞ്ചിത് ഭക്ഷിത മാംസപിണ്ഡം അജലം നവ്യോപഹാരായത്. ഇയാൾ കഴിച്ച മാംസത്തിൻ്റെ ബാക്കിയൊക്കെ ഭഗവാന് നേരിച്ചു, നല്ല ഭാഗങ്ങളൊക്കെ ഭഗവാന് നേരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഭക്തിൻ്റെ തലങ്ങളുണ്ട്. അപ്പോൾ ഭക്തനായിട്ടുള്ള ആൾക്കാർ വന്ന് ഭക്ഷണത്തിൻ്റെ സമയത്ത് ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്, ചെയ്യാൻ പാടില്ലാത്ത. അത് ഭക്ഷണത്തിൻ്റെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഭക്ഷണമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഭക്ഷണം ഒന്നുകിൽ മറ്റൊരാൾക്ക് ആ സമയത്ത് പ്രവേശിക്കാം, ഇരുന്നേക്കുന്ന യാതൊരു കാരണവശാലും എഴുന്നേൽപ്പിക്കാൻ പാടില്ല. അത് പിന്നെ മനുഷ്യനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ദേവന്മാർ നമ്മളെ ഭക്തിനെ പരീക്ഷിക്കാൻ വന്നതാണെങ്കിലോ. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദേവന്മാരാ, നമ്മളെ ഉള്ളിലുള്ള പരമാത്മാവാ, ആ ജീവാത്മാവായി പരിണമിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിലൊക്കെ ഈശ്വരനുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഈശ്വരനെ പോലെ അയാൾ എൻ്റെ അടുക്ക വന്ന് എന്നെ രക്ഷിച്ചത് പറയാറില്ലേ. അപ്പം ഇങ്ങനെ വരുന്നതൊക്കെ ഭഗവാൻ തന്നെ കൊണ്ടുവച്ചിരുത്തുന്നതാണോ എന്ന് തോന്നണോ? അതാ സാധ്യത. അതൊരു സന്യാസിയെ പോലുള്ള ഒരാളായിരുന്നോ? അത് ഗുരുത്തക്കേടായിട്ടുണ്ട്. ചെയ്തിയാക്കും അത് ദോഷമാണ്. നിയമവും കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവർക്ക് ജാതി മതവും അതിൻ്റെയൊക്കെ അതീതനല്ലേ അവർ. ജാതിയില്ല. അവർ നമ്പൂരിയാണോ ബ്രാഹ്മണനാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണെന്ന് ചോദിച്ചാൽ ക്ഷത്രിയനാണ്. ഒന്നുമില്ലല്ലോ. പരമാത്മാവിനെ മാത്രം ഉള്ളിൽ ദർശിക്കുന്ന ആൾക്കാരല്ലേ. അവനാൻ്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് എത്തിയ ആൾക്കാരാ. സന്യാസിമാർക്ക് പൂജയൊക്കെ നടത്താറില്ലേ? സന്യാസിമാരുടെ ഏതെല്ലാം സന്യാസിക്ക് ജാതിയില്ലല്ലോ, പിന്നെ എന്തിനാ പുറത്താക്കിയേ? സന്യാസിക്ക് ജാതി ഉണ്ടോ? കാമ്യാണാം കർമ്മണം ന്യാസം സന്യാസം കവയോ വിദു. കാമ്യമായ എല്ലാ കർമ്മങ്ങളെയും ത്യജിച്ചയാളാ സന്യാസി, ആൾക്ക് വേർതിരിവില്ല. അപ്പം അങ്ങനെ ഒരു സന്യാസി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതൊരു വലിയ കുരുത്തക്കേടായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അദ്ദേഹം വന്നിറങ്ങിപ്പോയതിൻ്റെ ശേഷമേ, ഇറക്കി വിട്ടതിൻ്റെ ശേഷം പൊതുവേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഇവിടെ കൂടുതലായിട്ട് കൊടുത്തിട്ടാണ് വിട്ടത്. പക്ഷേ ആ പന്തിയിൽ നിന്ന് എണീപ്പിച്ചു.
മനസ്താപം ഉണ്ടാവും. സന്യാസിമാരൊന്നും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എണീപ്പിച്ച് പറഞ്ഞേക്കരുതേ, അത് നിങ്ങളെ അജ്ഞത കൊണ്ട് ചെയ്യുന്നതാണ്. സന്യാസത്തിൻ്റെ ഒക്കെ ഛായ ഉണ്ടാവും. ശാക്യാജീവക ഭിക്ഷു വൃദ്ധചരകാ നിർഗ്രന്ഥ്യ വന്യാസനാഹ മാഹേജ്ഞഗുരുക്ഷപാകരസിത പ്രാഭാഗിരീനൈ ക്രമാത് പ്രവൃജ്യ അല്ലേ. പ്രവൃജ്യായോഗമുള്ള ആൾക്കാരുണ്ടാവും, പലതരത്തിലുള്ള പ്രവൃത്തികളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊന്നും നിങ്ങളൊരു മേലാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിന് നമുക്ക് തൽക്കാലമായിട്ട് ഒരു പരിഹാരം ഒരു പ്രായശ്ചിത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. ഗജതുരകഥ സഹസ്രം ഗോകുലം കോടിദാനം കനകരചിതപാത്രം മേദിനി സാഗരാന്തം ഉഭയകുലവിശുദ്ധിം കോടികന്യാപ്രദാനം നഹി നഹി ബഹുദാനം അന്നദാന സമാനം എന്നാ അതിൻ്റെ മഹാത്മ്യത. ഗജതുരക സഹസ്രം 1000 ആനകളെയും 1000 കുതിരകളെയും ദാനം ചെയ്യാം. ഗോകുലം കോടിദാനം കോടിക്കണക്കിന് പശുക്കളുള്ളതായ ഗോകുലങ്ങളെ ദാനം ചെയ്യാം. കനകരചിത പാത്രം സ്വർണത്തിൽ നിർമ്മിച്ച പാത്രങ്ങൾ ദാനം ചെയ്യാം. മേദിനി സാഗരാന്തം കടൽ വരെയുള്ളതായ ഭൂമിയൊക്കെ ദാനം ചെയ്യാം. ഉഭയകുലവിശുദ്ധിം കോടി കന്യാപ്രദാനം ഉഭയകുലവിശുദ്ധി അച്ഛനും അമ്മയും കുലവിശുദ്ധി ഉള്ള അതിൽ ജനിച്ച സന്താനങ്ങൾ സൽസന്താനങ്ങൾക്ക് കന്യാപ്രദാനം അങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ വിവാഹം നടത്തി കൊടുക്കുക. പക്ഷേ നഹി നഹി ബഹുദാനം അന്നദാന സമാനം. എന്നാൽ അന്നദാനം പോലെ സമാനമായ മറ്റൊരു ദാനമില്ല. കാരണം മതി എന്ന് പറയുന്നത് മാത്ര, ബാക്കിയൊന്നും മതി എന്ന് പറയില്ല. സ്വർണത്തിൻ്റെ ഒരു പാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാത്രം കൂടി കിട്ടാനുണ്ടോ എന്നുള്ളതായി ചിന്ത. പിന്നെ അടുത്ത പാത്രത്തിലുള്ള ശ്രമമായി. കുറേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 10 രൂപ കിട്ടുമോ എന്ന് പിന്നെയും ചിന്തിക്കും. മറ്റത് വയറ് നിറഞ്ഞാൽ പിന്നെ വേറൊരു രക്ഷയില്ല, മതീന്ന് തന്നെ പറയും. അതാ അന്നദാനത്തിൻ്റെ മാഹാത്മ്യം. അപ്പോൾ അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, വളരെ മാന്യമായിട്ടും രീതിയിലും. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കയറിപ്പോയി ഭക്ഷണത്തിനല്ലേ എന്ന് വിചാരിക്കണം. ഭക്ഷണത്തിനല്ലേ. ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളെ സ്ട്രിക്റ്റും കടുംപിടുത്തമൊക്കെ ഉണ്ട്, പറയാതെ വയ്യ. സ്ട്രിക്റ്റായിട്ട് ഇന്നൊരു കാര്യത്തെ മറ്റേ കയറാം, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെ ലേശമൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ട് ഗുണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ദോഷമായിട്ട് പലപ്പോഴും വരുന്നുണ്ട്. ഭക്ഷണം കാരണം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആരതാ ഭക്ഷണം കൊടുക്കുന്നത്? ആരാ കൊടുക്കുന്ന ഭക്ഷണം? ഭഗവാന്റെ ഭക്ഷണമല്ലേ. ഇന്നയാൾക്ക് കൊടുക്കുക അന്യാൾക്ക് കൊടുക്കരുതെന്ന് നമ്മളെങ്ങനെ നിശ്ചയിക്കും? സംഭവം നമ്മളതാണ്. നമ്മളെ ക്ഷേത്രം ആയതുകൊണ്ട് ആദ്യം നിങ്ങൾ വേണ്ടത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുക. നിങ്ങളെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാവുക? പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ആർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുക? ആദ്യം നമ്മൾ പോയി കഴിക്കുക. ആദിത്യ മര്യാദ എൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നയാൾക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്. ഒരാളെ വീട്ടിൽ വിരുന്ന് പോയി. അപ്പോൾ ഈ ചെറിയ ഒരു പഴവും വലിയൊരു പഴവും, ഒരു നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്ന് പറയില്ലേ, വലിയ പഴം, അതേപോലെ ഒരു ആണിപ്പൂവൻ്റെ പഴം, ഞാലിപ്പൂവൻ, അത് ചെറുതായിരിക്കും. ഇത് രണ്ടും ഒരു പാത്രത്തിൽ ചായൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവച്ചു. അപ്പോൾ ചായ കുടിക്കുമ്പോൾ ആ ഗൃഹനാഥൻ പോയിട്ട് വേഗം ഈ വലിയ പഴം എടുത്തിട്ട് അയാൾ കഴിച്ചു തുടങ്ങി. ഗൃഹനാഥൻ കഴിച്ചു തുടങ്ങി. അപ്പോൾ വന്നയാൾക്കൊരു എന്ത് മോശമല്ലേ, ഇയാളിങ്ങനെ കഴിക്കാമോ, എൻ്റെ അടുക്കൽ നിന്ന് കഴിക്കാമോ എന്നൊക്കെ അയാൾ ആലോചിച്ചിട്ട് പറഞ്ഞു. ഇതിൽ മറ്റയാളോട് അങ്ങനെ മുഷിച്ച് പറഞ്ഞുകൂടാ. അവസാനം മറ്റയാളോട് ധ്വനിപ്പിച്ചിട്ട് മറ്റയാൾ പറഞ്ഞു, ഇതേ പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു വന്നിരുന്നതെങ്കിൽ ഞാൻ ഈ ചെറിയ പഴം എടുത്തിട്ട് വലിയ പഴം നിങ്ങൾക്ക് തരുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും മറ്റേ പറഞ്ഞു, അതന്നെയല്ലേ ഞാൻ ചെയ്ത്, അതന്നെയല്ലേ ഞാൻ ചെയ്തപ്പോൾ വലിയ പഴം ഞാനെടുത്തു, ചെറിയ പഴം നിങ്ങൾ കഴിച്ചു. അപ്പോൾ അതേപോലെ രണ്ടും ഒരേ ഫലം തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ക്ഷേത്രമായതുകൊണ്ട് നിങ്ങളെക്കാൾ പ്രാധാന്യം വരുന്നയാൾക്ക് കൊടുക്കണം, എന്നാലല്ലേ ആദിത്യ മര്യാദയാവും. നിങ്ങളിങ്ങനെ കഴിച്ചാൽ ദാനാപില്ല കേട്ടോ. നിങ്ങൾക്ക് അവകാശമല്ലേ, നിങ്ങൾക്ക് അവകാശമാണല്ലോ. ദാനാവണേ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കണം. അതിൽ വല്ലാത്ത കടുംപിടുത്തവും ഷൗട്ട് ചെയ്യലൊക്കെ ഉണ്ട്, ലേശം കടന്നു പോകുന്നുണ്ട്.
കൊടുക്കുക എന്നുള്ളത് നല്ല നല്ല അതാണ് വിളമ്പുന്ന ആൾക്കാരെ ചിന്താഗതി ശരിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. വിളമ്പക്കാരെ ചിന്താഗതിന് മൂർത്തിരമത്രം ഭക്ഷ്യം പേയം ഭോജയിതൃഭാവ, 5ാം ഭാവം വിളമ്പിക്കൊടുക്കുന്നവൻ്റെ മനസ്ഥിതിയാണ്. യദ്യ അന്നമോഷ്ട, അതുമാത്രമല്ല കുറേ ഭക്ഷണമൊക്കെ മാറ്റി വെച്ച് ഒക്കെ ഇങ്ങനെ കടത്തുന്നൊക്കെ ചില സ്വഭാവങ്ങൾ എന്തുണ്ടാ, അതെന്നും വിവാദത്തിന് കാരണമാണ്. യദ്യ അന്നമോഷ്ട അമോഷിതദ്വല്ല, 5ാം ഭാവത്തിൽ പാപോഭവേ പഞ്ചമകേ, 5ാം ഭാവത്തിൽ പാപം വന്നു കഴിഞ്ഞാൽ അയാൾ അന്നം കട്ടുകൊണ്ടുപോയിന്നാ. അന്നം കട്ടുകൊണ്ട് അയാൾ എന്താ രോഗം ഉണ്ടാവുക അറിയോ? ഹിംസാവിപ്രസ്യ ഭാര്യാഗമനം ദേവാനാം ബ്രാഹ്മണാനാം ധനഹരണം അഭക്ഷ്യാസനം പാണ്ഡുഹേതു. പാണ്ഡു എന്ന് പറഞ്ഞ രോഗം വരുന്നല്ലേ, പാണ്ഡു രോഗം വരുന്ന. പാണ്ഡു എന്ന് പറഞ്ഞാൽ വിളർച്ചയാണ്, പാണ്ടല്ല വിളർച്ച. എന്നാൽ രോഗത്തിന് കാരണമാവുന്ന ഭക്ഷണം അങ്ങനെ നല്ല മനസ്ഥിതി അല്ലാണ്ട് ഭക്ഷണം കൊടുത്താൽ വിളിച്ച് ഇരുത്തി ഇല ഇട്ട് വിളമ്പി കൊടുക്കണം. അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? മറ്റേ ബുഫേ അല്ലല്ലോ. ബുഫേ ആയാൽ അന്നദാനം ആവില്ല, അന്ന എടുത്തുകൊണ്ട് പോലെയാവും. ദാനം അവിടെ വിളമ്പി കൊടുക്കണം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. അത് ഇവിടെ ഒരു പ്രധാന ദോഷമായിട്ട് കാണുന്നത്. ഇതൊന്നും വേറെ ഇടം അങ്ങനെ പറയേണ്ടി വരില്ലല്ലേ അന്നദാനത്തിലൊക്കെ. ഈ കട്ടെടുത്ത് കളയുന്നു എന്നൊക്കെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറയേണ്ടതാണ്. ആരാഞ്ച കൊണ്ടുണ്ട് ഭക്ഷണമല്ല, അതിനെ ചിന്തിക്കാം. ആ ചതയം, അതിൻ്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ ശുക്രവ്യാഴന്മാർ ഈ ബ്രാഹ്മണർക്ക് എന്തോ ഒരു ഊട്ട് പോലുള്ള എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ അപ്പം സ്ത്രീകളൊക്കെ ഉണ്ടാവുമോ? അപ്പം ബ്രാഹ്മണ സമാരാധന അല്ലല്ലോ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് പറയുന്നതാണ്. ബ്രാഹ്മണ ഭോജനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബ്രാഹ്മണരെ കാല് കഴുകിച്ച് ഊട്ടണം. അതിന് കുഴപ്പമില്ല. ഇപ്പം മാറി, സിസ്റ്റം മാറുമ്പം ഇങ്ങനെ ബ്രാഹ്മണ ഭോജനം വേറെ വേണം എന്നാണ് കാണുന്നത്. ആ അല്ല, ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നത്തിൽ കാണുന്നത് ബ്രാഹ്മണ ഭോജനം വേറെ വേണം. ആ ആ അതെ. എന്തായാലും അകത്ത് ബ്രാഹ്മണർക്ക് ഇരുത്തി കാല് കഴുകിച്ച് ഊട്ടണം. അങ്ങനെ തന്നെയാണോ അപ്പോൾ? ആ അങ്ങനെ വേണം. ഒരു 12 ആളിൽ കൂടുതലെങ്കിലും, 13 ആൾക്കാർക്ക്. അല്ല 13 ആൾക്കാർ ഇരുന്നിട്ടുള്ളൊരു ബ്രാഹ്മണ ഭോജനം വ്യവസ്ഥ ചെയ്യണം. എന്താ നിങ്ങളെ ആൾക്കാർ ഇരുന്നാൽ മതി. നിങ്ങളെ ആൾക്കാർ ഇരുന്നിട്ട് 13 ആൾക്കാർക്ക് കാല് കഴുകിച്ച് ഊട്ടി കഴിഞ്ഞാലേ പ്രായശ്ചിത്തം വരുള്ളൂ. ആ ബ്രാഹ്മണ ഭോജനം അതാണ് ഊട്ട്. അത് പറഞ്ഞത് ശരിയാണ്. നേദ്യത്തിൻ്റെ മധ്യത്തിലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉച്ചപൂജയൊക്കെ കഴിക്കുന്നത് വിചാരിക്കുക. ഉച്ചപൂജേൻ്റെ നേദ്യത്തിൻ്റെ ഒരു തുവാൻ വരുന്ന ആ ഘട്ടമല്ലേ, നടയടച്ചിട്ടാണല്ലോ പുറത്തേക്ക് വരിക ഈ വൈശ്യഹോമത്തിന്, വൈശ്യം തുവാൻ. വൈശ്യത്തിന് തുവാൻ വേണ്ടിയിട്ട് വരുന്ന അവസരത്തിലാണ് ബ്രാഹ്മണരെ എത്തിയിട്ട്. അതല്ല, ഇത് പൂജേൻ്റെ ഇടയിൽ വേണം. എന്നാലേ ബ്രാഹ്മണ ഭോജനം എന്ന് പറയുന്ന സിസ്റ്റമുണ്ട്. പൂജേൻ്റെ മധ്യത്തിൽ. അതെ, അതൊരു ഭക്ഷണം കൊടുക്കലേ ആവുന്നുള്ളൂ. ഊട്ട് എന്നുള്ള സമ്പ്രദായത്തിലേക്ക് വേണം. ഊട്ട് നടത്തിയിട്ടുണ്ട്. അഷ്ടമത്തിൽ ചന്ദ്രനാണ്. അപ്പോൾ തിരുവോണം പോലെ ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ തിരുവോണത്തിന് ഒരു ഊട്ട്. ഒറിജിനൽ തിരുവോണമല്ലേ, അന്നൊരു 12 ആൾക്കാർക്ക് ഇവിടെ കലയിൽ ചൂട്ടാൻ പറ്റിയാൽ ഏറ്റവും നന്നായി. അത് നമ്മൾ കണ്ടുവയ്ക്കുക. എടുത്ത് സമയത്തിൽ അതാണ് ബാലാന്നവർജ്യം. രണ്ടാമത്തെ ദോഷം ഏകാർഗളം. ഏകാർഗളയെ ദുർമൃതിഹീന.
ലഗ്നേ തദീശ്വരേ വോഷ്ണയുക്തേ ജൂർത്യാദിവിത്തരുക്ക് ദാഹസ്യ ഭവനസ്യാദ സവിഷസ്ത്രിംശനാടികേ തദ്ഭീഹി തത്രസ്യൈകാർഗളേ തത്ര ഗേഹാലസ്യം ച ദുർമതി. ഗേഹാലസ്യവും ദുർമതിയാണ്. ഗേഹത്തിന് ആലസ്യമുണ്ട്. ഗേഹം എന്ന് പറഞ്ഞാൽ പ്രാസാദം. പ്രാസാദാദികൾക്ക് ന്യൂനത ഉണ്ട്. അതിപ്പോൾ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ന്യൂനതകൾ വന്നിട്ടുണ്ടല്ലോ. ഗേഹാലസ്യം, ഗേഹത്തിന് ആലസ്യം ഉണ്ടാവുമോ? ഇല്ല, ഗേഹത്തിന് ആലസ്യം ഉണ്ടാവില്ല. ഗേഹത്തെ താമസിക്കുന്ന ആർക്ക് ആലസ്യം ഉണ്ടാവും? ആ ക്ഷത്രിയ ന്യായം എന്ന് പറയുന്നത് ന്യായശാസ്ത്രമാണ്. കൊല നടക്കുന്നു എന്ന് പറയുന്ന പോലെയാ. ഈ കള്ളി എത്തുക പറയുന്ന പോലെ അത് കള്ളല്ലല്ലോ എത്തുന്നത്, തെങ്ങല്ലേ, അഥവാ കൂമ്പല്ലേ. അപ്പോൾ അതേപോലെയാ. ആറാട്ടിന് ആനകൾ എഴുന്നള്ളീനാ. ആനയല്ലല്ലോ എഴുന്നള്ളുന്നത്, ദേവനല്ലേ. ദേവനല്ലേ എഴുന്നള്ളുന്നത്, ആനയാണോ? അല്ല. അതേപോലെ ഗേഹത്തിന് ആലസ്യം എന്ന് പറഞ്ഞാൽ ഗേഹത്തിന് ആലസ്യമൊന്നും ഇല്ലല്ലോ, അത് സ്ഥിരമായ വസ്തുവല്ലേ. ആലസ്യം അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇവിടെ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആലസ്യമുണ്ട്, അലസതാ മനോഭാവം. ഇപ്പോൾ ഒരു മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണോ വരുന്നത്? ഇപ്പോൾ രണ്ടാം ഭാവം ശനിക്ഷേത്രമായിട്ട് വരുന്നത് വൈകി വരുന്ന ആൾക്കാർ അവിടെ അധികവും. ഭഗവാന്റെ കാര്യത്തിനാണെന്നുള്ള ബോധം വേണം. കഴിയുന്നത് നേരത്തെ വരികയാണ് വേണ്ടത്, നേരത്തെ വരുന്നില്ല. ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നത് കൊണ്ട് ഫോൺ വിളിച്ച് കൂടുതലും അതൊക്കെ ഉണ്ടാവും. ഗൂഗിൾ മീറ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മീറ്റിംഗ് എടുക്കാം. ഫോൺ വിളിച്ചിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേ എത്തുള്ളൂ. വാന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. ഇവിടെ ഈ രണ്ടിൽ ശുക്രനും ചന്ദ്രനോടിയും വന്നതുകൊണ്ട് ഇവിടെ ഈ വനിതാ കമ്മിറ്റി വേണ്ടതാണ്. വനിതകളുടെ ഒരു സംഘം കമ്മിറ്റി ഉണ്ടല്ലേ, അത് ഗുണമായിട്ടാണ് കാണുന്നത്. പുരുഷ കമ്മിറ്റിക്ക് ദോഷവും വനിതാ കമ്മിറ്റിക്ക് ഗുണവും. യുഗ്മരാശിയായി യുഗ്മഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും യുഗ്മഗ്രഹത്തിൻ്റെ നവാംശവും വരുമ്പോൾ സ്ത്രീകളുടെ കമ്മിറ്റിക്ക് ഇവിടെ ഭഗവാൻ പ്രത്യേക ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്. വ്യാഴദൃഷ്ടിയും ചന്ദ്രദൃഷ്ടിയും ഭാവാധിപനായ ഗ്രഹം മൂന്നാമത്തെ രാശിയിൽ. ഇവിടെ എങ്ങനെ എന്താ ഒരു മൂന്ന് ഭരണ സംവിധാനം കാണുന്നത്. ഭരണ സംവിധാനങ്ങൾ 3 കാണുന്നുണ്ട്. അതിൽ 2 പ്രധാനവും അപ്രധാനമാണ്. അതെന്താ? അത് ഒന്ന് 5 അംഗത്തിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് വനിതാ കമ്മിറ്റി. അതല്ലാണ്ട് ഒന്നുകൂടി കാണുന്നത് എന്താ? ദേവസ്വം ബോർഡുണ്ടോ? കൂട്ടായ്മ അത് മതി. അല്ല, അത് അംഗീകാരമുള്ളതാക്കി മാറ്റുന്നത് നല്ലതാ. വനിതകളുടെ ഒരു കമ്മിറ്റിയായി തന്നെ അത് പ്രത്യേക കാര്യത്തിന് ഉദ്ദേശിച്ചുകൊണ്ടല്ല, അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ള നടത്തിപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ടും നമ്മളെ സമുദായത്തിലുള്ള സ്ത്രീകളെയൊക്കെ ബോധവൽക്കരിക്കാനും അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് മാസത്തിലൊരു ദിവസം നാമജപവും അങ്ങനെയുള്ള പ്രാർത്ഥനാദി കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഉള്ള ഒരു സംഘടനയായിട്ട് അതിനാ. ഇപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കാമല്ലോ, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ഭജന സമിതി പോലെ ഉണ്ടാക്കാം. കിട്ടണം കിട്ടായി ഒന്നുമില്ല, കിട്ടും. അത് താൽക്കാലിക കമ്മിറ്റി. അതായിരിക്കാം മൂന്നാമത്തെ താൽക്കാലികമായിട്ടുണ്ടാവുന്നത്. ചന്ദ്രൻ താൽക്കാലികമാണല്ലോ, എല്ലാ കാലത്തും സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ലല്ലോ. ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു വിഭാഗമായിട്ട് തന്നെ തിരിക്കാറുണ്ടോ? ഉത്സവത്തിന് ഭക്ഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടാവാറുണ്ടോ? ഫുഡ് കമ്മിറ്റി പോലെയൊക്കെ അല്ല, ഫുഡ് കമ്മിറ്റി പോലെയൊക്കെ വല്ലതും ഉണ്ടോ? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഗാങ് ഉണ്ടാക്കണം. ഭക്ഷണ കമ്മിറ്റി. തത്ര ഗേഹാലസ്യം ച ദുർമതിഹീന, ഗേഹാലസ്യവും ദുർമരണവും. അപ്പോൾ ദുർമരണം എന്നുള്ളതിൽ ഒട്ടനവധി ദുർമരണങ്ങൾ നടന്ന സ്ഥലമാണ്. 7 ആൾക്കാർ വാഹനാപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞില്ലേ? വേറൊരാൾ വാഹനാപകടത്തിൽ മരിച്ചു, തീ കൊളുത്തി മരിച്ചു.
പരിചാരകന്മാരാരോ അങ്ങനെ മരിച്ചിട്ടുണ്ടല്ലോ, ഒരു പരിചാരക പ്രേതം. എങ്ങനെ അത് പരിചാരകൻ അല്ല, ഒരു പരിചാരകൻ്റെ ദുർമരണം കാണുന്നു. അവരെങ്ങനെയാ വാഹനാപകടത്തിലാണ് വെച്ച്? അല്ലല്ല, ഇത് വാഹനാപകടമല്ല ഞാൻ പറഞ്ഞത്. കൊറോണ വന്നു പോയതാണെങ്കിൽ ദുർമരണ. എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോൾ? 65 ദുർമരണ. ദുർമരണം എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാവുന്ന മരണ. ദുർമരണം എന്ന് പറഞ്ഞാലേ പേര് പറഞ്ഞു കൊടുത്തോളൂ. അല്ല, ഇപ്പൊ പറഞ്ഞത് പരിചാരകൻ്റെതാ. ദുർമരണം എന്ന് പറഞ്ഞാൽ ഈ തൂങ്ങിച്ചാവുക, അല്ല തീക്കൊടുത്തി മരിക്കുക, അങ്ങനെയല്ല അർത്ഥം. ദുഃഖം ഉണ്ടാകുന്ന മരണമാണ് ദുർമരണം. ഇപ്പോൾ 105 വയസ്സായി, അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ആ ദുഃഖം അല്ലേ? മരിച്ചിട്ടില്ലെങ്കിൽ ആ രാശി വെച്ച് നോക്കണ്ട. ഇയാൾ മരിക്കുന്നില്ലല്ലോ, എന്താ രാശി നോക്കുക. അപ്പോൾ ദുർമരണം എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാവുന്നതാ. ആ കാലത്തിൽ മരിക്കുന്നത് ആര്? പരിചാരകൻ. അതാ രാമന്റെ ദാസൻ തന്നെയാണ്. രാമന്റെ ദാസനായിട്ട് തന്നെയായിരിക്കും പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഭഗവാനിൽ ലയിച്ചിട്ടുണ്ടാവും. ആ ചൈതന്യകലേനെ അതൊക്കെ അവാഹിച്ച് മാറ്റണം. അതെങ്ങനെയാണ് മരിച്ചത്? ഏകാർകളെ ദുർമതി, ഏകാർകളെ ദുർമതി. ഈ നിര്യാണം ആയുധഹരി, ആയുധം കൊണ്ട് മരിച്ചു ഒന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കറിയോ? ആയുധം കൊണ്ട് അങ്ങനെ എന്തോ ഒരു കൊലപാതകമോ കാര്യങ്ങളോ നടത്തിയതായിട്ട് അറിയോ? പക്ഷേ പ്രശ്നത്തിൽ കാണുന്നുണ്ട്. ആയുധമൃതി. രാജാവ് ശിക്ഷിച്ചിട്ട് മരിച്ച ഒരാൾ, രാജാവ് തൂക്കിക്കൊന്നതായിരിക്കും, വധശിക്ഷ നടപ്പാക്കിയൊരു പ്രേതം. ആ ആ തലവെട്ടി. ബന്ധസ്ഥകർമ്മസഹിതൈ കുജസൂര്യമന്തൈ നിര്യാണം ആയുധഹരി ക്ഷിതിപാലകോപാത്. ആയുധഹരി ഉണ്ടായത് ക്ഷിതിപാലകോപം കൊണ്ടാണ്. രാജകോപം കാരണം കഴുത്ത് വെട്ടിക്കളഞ്ഞതാ. അല്ല, കൊച്ചിയിലുണ്ടാവുമായിരിക്കാം, ഇവിടെയും കാണുന്നുണ്ട്. ഇവിടെ അല്ല എന്ന് പറയുന്നത് കാലം, നമ്മളെ കാലം എത്രയാ? 10-50 കൊല്ലത്തെ കാലേ ഉള്ളൂ. അതിന് മുമ്പേ ക്ഷേത്രം ഉണ്ടല്ലേ. ഉണ്ടായിട്ടില്ല എന്ന് നമ്മളങ്ങനെ ഉറപ്പിച്ച് പറയൂ. പക്ഷേ ഗോചരത്തിൽ അങ്ങനെ ഒരു ലക്ഷണമുണ്ട്. ഗോചരത്തിൽ അങ്ങനെ ഒരു ലക്ഷണം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അത് പിന്നെ പുരുഷൻ, വധദുരിതം സംഭവിച്ച പുരുഷൻ, രാജശാസനകാരനും. നീജസ്ഥിരോ രിപിനിപീഡനതോ അന്യദേശയാനം പദാച്ചലനം ധനഹാനി ദൈന്യേ മൂഢേശപാപ ഗുളികേച നൃപാരിഹേതോർ വൈകല്യവാൻ ഇതരദേശഗതോ മൃതോവ. ഗതേഗൃഹം ശത്രുഗൃഹം നികൃഷ്ടതാം പരാന്നവൃത്തിം പരമന്ദിരസ്ഥിതിം അകിഞ്ചനത്വം ദിപിപീഡനം തഥാ സ്നിഗ്ധോപി തസ്യാത് വിഭുക്തമാപ്രിയാത്. അതാണ് ഏകാർഗളം. ഏകാർഗളേ ദുർമതി. ഏകാർഗളം ഭവിച്ചീടിൽ കൂപേ വീഴും അസംശയം എന്നാ. ഇവിടെ കിണറ്റിൽ വീണിട്ടോ കുളത്തിൽ വീണിട്ടോ ഒരു മരണം ഉണ്ടാവാനുള്ള ലക്ഷണമുണ്ട്. അപ്പോൾ കുളത്തിൻ്റെ അടുത്തേക്കൊക്കെ ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത ഒരു സംവിധാനം ഒരുക്കണം എന്നർത്ഥം. എല്ലാവരും പോയിട്ട് കാലിടുക. എച്ചിലിൻ്റെ സാധനമൊക്കെ അങ്ങോട്ട് മീനൂട്ട് എന്ന് പറഞ്ഞിടുന്നുണ്ടല്ലോ. അതൊന്നും പറ്റില്ല. ഏതോ ഒരു കുട്ടി കുളത്തിൽ പോകാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ഇവിടെ വരുമ്പോൾ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം. ഏതോ ഒരു കുട്ടി അത് ലോക്ക് ചെയ്തിടണം. സാധാരണ നിലയിൽ ക്ഷേത്രത്തിലേക്ക് വരേണ്ട ആൾക്കാർക്ക് ആ പൈപ്പിൻ്റെ അടുക്കേണ്ട കാലും കഴുകിയിട്ട് പ്രവേശിക്കാം. അകത്തേക്ക് ശുദ്ധമായിട്ട് കുളിക്കേണ്ട ആൾക്കാർ മാത്രം കുളത്തിനെ ആശ്രയിച്ചാൽ മതി. അല്ലാത്ത സമയം ഒരു കുട്ടി വെള്ളത്തിൽ പോകും. ഒരു കുട്ടി വെള്ളത്തിൽ പോയ ചില കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ലേ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ? കുട്ടി വെള്ളത്തിൽ വീണിട്ടുണ്ട്.
ഇനിയും വരുന്നല്ലേ? അല്ല, ഇനി വരും എന്ന് പറയണ്ട, ഇനി വരാൻ സാധ്യത ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ട് ഇനി വരണ്ട. വെള്ളത്തിൽ ജലമൃതി സംഭവിച്ച തോയെ ജഭീരുക്രി ജലഗ്രഹയുതയെ തത്തമ്പ് പാതാദിഭി എന്നല്ലേ? കുളത്തിൻ്റെ അടുത്ത് വെച്ച് പാമ്പ് കടിക്കുന്നുള്ളൊരു ഫലമുണ്ട്. കുളത്തിൻ്റെ അടുക്ക വെച്ച് പാമ്പ് കടിക്കുക. ശുക്രൻ കൊളാണെങ്കിൽ രാഹുളികന്മാരെ യോഗം. ഏകാർഗളം ഭവിച്ചീടിൽ കൂപേ വീഴും അസംശയം പശുക്കൾ നാശവും വിപ്രനാശവും വരുമന്നിഹ. പശുക്കളും ബ്രാഹ്മണരും ഒക്കെ നശിക്കും. ഞാൻ നേരം കണ്ടാൻ തോന്നും. ഒരു തൂങ്ങി മരണം കാണുന്നുണ്ട്. ആരെ തൂങ്ങി മരിച്ചിട്ടുണ്ടോ? എവിടെ പോയാലും ഇവിടുത്തെ പരിചാരകനായിട്ടില്ല ആരെങ്കിലും തൂങ്ങി മരിച്ചുവോ? ശ്രീകേഷ് പുള്ളിന. ആ, പരിചാരകന്മാരെ കൊണ്ട് മുമ്പും അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ആ, മദ്യപിക്കട്ടാൻ ചെയ്യനോ? കുംഭരാശിയായതുകൊണ്ട് കുംഭത്തിലൊരു ദ്രേക്കാണ്, മധ്യദ്രേക്കാണല്ലേ? ഇപ്പോഴുള്ളതും കർശനമായ നടപടി എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, നാളെ കേസ് നിങ്ങളെ തലക്കി വരും കേട്ടോ. അതുകൊണ്ടായിരിക്കും പരിചാരകസ്ഥാനം ഇത്രയും ദുഷിപ്പുകൾ വരുന്നത്. ക്ഷേത്രത്തിൽ എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെയല്ല പെരുമാറുന്നത്. അതുകൊണ്ട് ആ ഭാവം ദുഷിച്ചല്ലേ മതിയാവും. പാപദൃഷ്ടി പാപാലോകിത സംയുതാന്ത് നിതരാം നീചാച്ച ചോരാദ്ഭയം. നീചന്മാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉള്ള ഉപദ്രവ. ഒരു വഴിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് വരാനുള്ള വഴിയുണ്ടല്ലോ. 7ാമത്തെ രാശിയിൽ ചൊവ്വ, അസ്തയ ഗമനവിരോധം എന്ന് പറയുമ്പോൾ ഒരു വഴി ദേവന്റെ വഴിയായിരുന്നു അത്. അല്ലെങ്കിൽ ഇതര സ്ഥലങ്ങളുണ്ടല്ലോ, അവിടത്തേക്ക് പോകേണ്ട പ്രവേശിക്കേണ്ട വഴി, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ടതായ വഴി. ഒരു വഴി കാരണം എന്താ ഒരു അസ്വസ്ഥത ഉണ്ടായത്? വഴി തടസ്സപ്പെടുത്തുക, ബ്ലോക്കാക്കുക, ആ വഴി മാറ്റി വേറെ വഴിക്ക് പോകേണ്ടതായിട്ട് വരിക. ഒന്നുമില്ല, എന്തോ ഒരു വഴിയെക്കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം വരാനുള്ള യോഗമാണ് 7 ചൊവ്വ. എന്താ വഴിയില്ല? ആ, വഴിത്തർക്കം. അതെന്താ അത് സംഭവം എന്തായിരുന്നു? വഴി ആ 2 തവണകളായിട്ടൊക്കെ ഉണ്ടാവും. ഉഭയരാശിയിൽ നിന്ന് ഉഭയാംശമായിട്ട് വന്നതുകൊണ്ട് 2 തവണകളായിട്ടൊക്കെ വഴീൻ്റെ പേരിൽ ചില കേസും വിവാദം ഉണ്ടാവും. പാപാലോകിത സംയുതാന്ത് നിതരാം നീചാച്ച ചോരാദ്ഭയം. അപ്പം ജന്മമെടുക്കുന്ന സമയത്ത് വളരെ പഴയ കാലത്ത് ഈ ജന്മമെടുക്കുന്ന കാലഘട്ടത്തിൽ 4ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ഇവിടെ സർപ്പങ്ങൾ ഉണ്ടായിരുന്നു. 7 ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു. 10ൽ ദ്രേക്കാണേ പ്രഥമേ ഗുഹ, സുബ്രഹ്മണ്യനുണ്ട്. പിന്നെ ഒരു ബുധൻ കന്നിരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു വൈഷ്ണവമായ തേജസ് ഉണ്ടായിരുന്നു. സാളഗ്രാമാദികളൊക്കെ വെച്ച് പൂജ ചെയ്ത ഒരു കാലമുണ്ട്. ഇതൊക്കെയാണല്ലോ കേന്ദ്രത്തിൽ നിൽക്കുന്നത്. കേന്ദ്രത്തിലുള്ളതാണ് ഏറ്റവും പഴയ. ഒരു ദുർഗാ ഭഗവതി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് പഴയ കാലത്തുണ്ടായത്. ജന്മം എടുക്കുമ്പോൾ ഇവിടെ കേന്ദ്രസ്ഥന്മാരായിട്ടുള്ളത്. ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ശാപമുണ്ട് ഇവിടെ. 6ലെ ചന്ദ്രൻ അഷ്ടമാധിപനായിട്ട് 6ൽ രന്ദ്രേശ ഷഷ്ടസംബന്ധേ ശാപാദ്യാഹ പ്രബലാഹ.
പ്രബലമായ ശാപം. അത് വ്യാഴത്തിനോട് ചേർന്നിട്ട് വന്നാൽ കൊണ്ട് ബ്രാഹ്മണ സ്ത്രീയാണ്. ഒരു ബ്രാഹ്മണ സ്ത്രീ ശാപം പ്രധാനമായിട്ട് പരിഹരിക്കേണ്ടതാണ്. എത്ര കുത്രസ്ഥിരേ ചന്ദ്രേ ശുഭയുക്തേത് ഗർഭിണീന. എവിടെയായാലും ചന്ദ്രന് ശുഭയോഗ ശുഭദൃഷ്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഗർഭിണിയാണ്. ഒരു ഗർഭിണിയായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീൻ്റെ ശാപം ഇവിടത്തേക്ക് ഉണ്ട്. അത് പരിഹാരത്തിൽപ്പെടുത്തിയിട്ട് ചെയ്യണം. എന്തായാലും സുബ്രഹ്മണ്യൻ അന്നും ഇന്നും ഒക്കെ സുബ്രഹ്മണ്യൻ്റെ ബന്ധമുണ്ട്. ഒരു വിവാദം വരാൻ പോകുന്നുണ്ട്, ഭാവിയിലേക്ക് ഒരു വിവാദം വരാൻ പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രാംശരത്തിലെ ചൊവ്വ മൃദൈവ വിഗ്രഹം ഭൂമി വിവാദം ച സമാവഹി. ഈ കിഴക്ക് തെക്ക് ഭാഗത്തേതാ ഒരു ഭൂമി? അപ്പം കിഴക്ക് തെക്ക് ഭാഗത്തുള്ള ഭൂമിക്ക് ഒരു വിവാദം വരാൻ പോകുന്നുണ്ട്. അത് മേടം മുതൽ 3 അംശകം പൂർത്തിയാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. തോറ്റുപോകാണ്ട് നോക്കണം. കേസ് തോറ്റുപോകാനുള്ള സാധ്യത ഉണ്ട്. ചന്ദ്രാംശക രാശിയിൽ പാപയോഗം വരുമ്പോൾ, ബുധന് പാപയോഗം വരുമ്പോൾ, ബുധോ പാപയുധസജയിൽ വിവാദേ പരിഭൂതികൃത്ത് എന്നല്ലേ. ബുധൻ പാപയുധനായിട്ട് വന്നാൽ വിവാദത്തിൽ പരാജയപ്പെട്ടു. കേസ് തോൽക്കാണ്ട് നോക്കണം കേട്ടോ. കേസ് തോൽക്കാനുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ടേ. എന്തോ രേഖേൻ്റെ ഒരു അപര്യാപ്തത ഉണ്ട് ഇല്ലേ? ആ ചില രേഖകളൊക്കെ മറച്ചു വെച്ചിട്ടുമുണ്ട്. മനഃപൂർവ്വം ചില രേഖകളൊക്കെ മറച്ചു വെച്ച ആൾക്കാരും ഉണ്ട് ഇവിടെ. കണക്ക് അവതരിപ്പിക്കാതിരിക്കുക, രേഖകൾ പുറത്ത് കാണിക്കാണ്ട് നിൽക്കുക, വ്യക്തിപരമായിട്ട് മാത്രം കൈകാര്യം ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പാപദൃഷ്ടി പാപാലോകിത സംയുതാന്തം നിതരാം നീജാച്ച ചോരാദ്ഭയം. പിന്നെ അഷ്ടമരാശി ലഗ്നമായിട്ടാവുന്നത്. അഷ്ടമരാശി ലഗ്ന ഗേഹകേത ബന്ധുമരണം. എന്തായാലും പൃഷ്ടുസ്ഥാരാസ്ത്രികോണേ സ്ഥിരവതി ഗുളികേ ജന്മചന്ദ്രാഷ്ടമേവ. ഗുളിക നേടിയാ നിൽക്കുന്നത് ഉത്രാടം തിരുവോണം, രോഹിണി അത്തം തിരുവോണം. അപ്പോൾ പൃഷ്ടുസ്ഥാരാസ്ത്രികോണേ സ്ഥിരവതി ഗുളികയെന്ന് വന്നു. ജന്മചന്ദ്രാഷ്ടമേവ, ജന്മചന്ദ്രൻ്റെ അഷ്ടമത്തിൽ അത് വന്നില്ല. നക്ഷത്രേശേജ മാന്ദ്യാശ്രിത ഭവനപദവും, മാന്ദ്യാശ്രിത ഭവനപതി നക്ഷത്രേശനായിട്ട് വരണോ, അത് വന്നില്ല. സ്ഥാതജ്യപ്യ അഷ്ടമർക്ഷയ നിഹിത ഇഹവണേ, അഷ്ടമരാശി ലഗ്നമായിട്ട് വരണം, അത് വന്നു. അത് പ്രശ്നത്തിൽ വന്നു, ക്ഷണിച്ച സമയത്തും വന്നു. ധനുരാശി പ്രഷ്ടഷ്ടമർക്ഷയേതി നിക്ഷിപേ ചേൽ എന്നൊക്കെ വേറെക്കല് പറഞ്ഞില്ലേ, സദ്യോമൃതി. ജന്മാദഷ്ടമഗേഹഗേത ബന്ധുമരണം എന്നാ, ബന്ധുക്കളുടെ മരണം തന്നെയാണ് അഷ്ടമരാശിയിൽ. പൃഷ്ഠസ്ഥാനാസ്ത്രികോണേ സ്ഥിരവതി ഗുളികേ ജന്മചന്ദ്രാഷ്ടമേവ നക്ഷത്രേശേന മാന്ദ്യാശ്രിത ഭവനവധു സത്യവിപൃഷ്ട സ്ഥാതജ്യപ്യ അഷ്ടമർക്ഷേ നിഹിത ഇഹ പണേ. 2 അത്രയാ ജന്മധാരാ പ്രശ്നോടു മാന്തികോടു തൃതയ. രോഹിണി അത്തം തിരുവോണത്തിൻ്റെ അത്രയാ ജന്മധാരാ പ്രശ്നോടും മാന്തികോടും തൃതയ പതിഷു വാ ഷഡ്സബി സ്വസ്ഥമൃത്യു എന്നല്ലേ. സ്വസ്ഥന്മാരായിട്ടുള്ള ആൾക്കാർ മരിച്ചു എന്നാ. സ്വസ്ഥന്മാരായിട്ടുള്ള ആൾക്കാർ മരിച്ചു പോവുക. അതിപ്പോൾ നമ്മൾ പറയില്ലേ, ഇന്ന് വൈകുന്നേരം കൂടി കണ്ട് ഞാൻ വർത്താനം പറഞ്ഞതാട്ടോ, പെട്ടെന്നാ സംഭവിച്ചത്. ഒരു സുഖേടും ഇല്ലായിരുന്നു. കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ അതിൽപ്പെട്ടതാ. അങ്ങനെ ഒരു 3 ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നാ. കേൾക്കുന്നില്ല? ആ പേരറിയോ? മുകുന്ദൻ, മുകുന്ദ ഭട്ട്. നരസിംഹത്തിൻ്റെ അടുക്കന്ന്
കുഴഞ്ഞു വീണ് മതി, കുഴഞ്ഞു വീണ് മരിക്കുക. അതാണ് സ്വസ്ഥ മൃത്യു. സ്വസ്ഥനായിട്ടില്ല ആള്. ആ വാദ്യാർ മരിച്ചു. ഈ പറഞ്ഞ ആള്, മുകുന്ദൻ പറഞ്ഞ ആള്. ആ അതാ വേറൊരാളൂടി മരിച്ചു, സഞ്ജീവ് ഭട്ട്. അത് ഇവിടുത്തെ വാദ്യാർ തന്നെയാ, ശാന്തിക്കാരനാണെന്ന് അർത്ഥം. ആ അപ്പോൾ ദോഷം കൂടെ. ഇനി ഒരാൾ കൂടി. അപ്പം ചില്ലറ ദുർമരണമൊന്നും അല്ലല്ലോ ഇവിടെ സംഭവിച്ച്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ലേ? എത്രയാ അത്യാപത്തുകൾ. എന്നാലും അമ്പലത്തിൽ വെച്ച് മരിക്കണമെന്നില്ലല്ലോ. അല്ല, അമ്പലത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയാലും ഈ ഒരു സംഭവം ഉത്സവത്തിന് അലങ്കോലാക്കിയല്ലേ? ഉത്സവത്തിന് മനപ്രയാസം വരില്ലേ? ആ കാപ്പ് കെട്ടിയാൽ ഉത്സവം കഴിയുന്നത് വരെ അതിൻ്റെ ബാധ്യതയായി. അതാ അഷ്ടമരാശി ലഗ്നായാൽ ഉള്ള ഫലം. പിന്നെ ഇന്ദ്രമുഹൂർത്ത, ഇന്ദ്രൻ തൃക്കേട്ട. ഈ ഒരു ജ്യേഷ്ഠാന്നല്ലേ തൃക്കേട്ടൻ്റെ പേര്. അപ്പോൾ ഒരു ജ്യേഷ്ഠാ ഭഗവതീൻ്റെ വല്ല സ്ഥാനം ഉണ്ടോ ഇവിടെ? ചൂലെടുത്തിട്ടുള്ള ഒരു സ്ത്രീനെ ആദ്യമായിട്ട് കണ്ടതും അത് ജ്യേഷ്ഠാന്നല്ലേ പറയാ. ജ്യേഷ്ഠാഭഗവതി, ശ്രീഭഗവതിയും ജ്യേഷ്ഠാഭഗവതിയും. ശ്രീഭഗവതിൻ്റെ ഏടത്തിയല്ലേ ജ്യേഷ്ഠാഭഗവതി. ആ മീനത്തിലെ ചൊവ്വേതാ? ഋജപതാകമുപേതിബോധം കൂലം പ്രയാതി ജലധേ പരിവാരയുക്ത വർണ്ണേന ചെമ്പകവൃഷാ പ്രമദാ സ്ത്രിഭാഗ. അല്ല, ഈ നാഗത്തിൻ്റെ അടുത്ത് ഒരു ഭഗവതി ഇല്ലേ? അതേതാ ഭഗവതി? ആര് പറഞ്ഞു? വനദുർഗയാണോ അത്? രാഹു നിൽക്കുന്ന രാശിയിൽ നവാംശകം ചെയ്ത ചൊവ്വ, അതൊരു ചാമുണ്ടി പോലുള്ള എന്തോ ഒരു കലയാണ്. ഒരു ഭദ്രകാളി സ്വഭാവത്തിൽ ഉസൂനോ ബാധകാദീശേ ബാധാസ്ഥാനം ഗതേവി വാ കേന്ദ്രസ്ഥാ കുരുതീരുഷ്ട ഭദ്രകാളി പരാർച്ചിത. ആര് പറഞ്ഞു? പ്രസിഡന്റാ പറയേണ്ടതൊക്കെ. ഇതൊരു ഭദ്രകാളി കലാംശം പോലെ തോന്നുന്നത്, ദുർഗയല്ലാന്ന് തോന്നുന്നേ. ആ സജേത് യുഗ്മസമാശ്രിത. അപ്പോൾ ഒരു ജ്യേഷ്ഠാഭഗവതീൻ്റെ സ്ഥാനം പോലെയാണത്. അതാ ചൂല് കണ്ടതും തൃക്കേട്ട മുഹൂർത്തവും തത്തത് വൃക്ഷസദൃശ ഗുണാഹ, വൃക്ഷത്തിന് സദൃശമായ ഗുണമാണ്. അതിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വ തന്നെയാണല്ലോ വരിക. ചൊവ്വ ഉദയലഗ്നം തൃക്കേട്ടയാണ്. ആ അങ്ങനെ എന്തോ ഒരു മരത്തിൻ്റെ ചോട്ടിലായിരുന്നല്ലോ. അതാ തരുസാലാദിഷു നീജകൈ ശുഭൈഹി അല്ലേ, മരം മാറ്റി. ആ രാശിപ്പലക എങ്ങനെയാണല്ലോ, ഇവിടെ രാശിപ്പലകൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ ആ രാശിപ്പലക ഉപയോഗിക്കാൻ പറ്റാത്തതായിപ്പോയി. പുറത്തിങ്ങനെ എഴുതാൻ പറ്റില്ല അതിന്. അഷ്ടമംഗല പ്രസ്ഥാനം അങ്ങനെ എഴുതണമല്ലോ. അതുമാത്രമല്ല, വേറെ ചില ആണിയൊക്കെ വെച്ച് അടിച്ച് റെഡിയാക്കി വെച്ചതാണ്. അഭിന്നേ പലകയെ വരാടി സാഷ്ടസതെന്നല്ലേ. ഒരു കാലത്തും രണ്ടായിട്ടുള്ള പലകകളൊന്നും പാടില്ല, ഒറ്റ പലകയായിരിക്കണം. ആ അപ്പോൾ അങ്ങനെ ഒരു മരം എടുത്ത് മാറ്റേണ്ടി വന്നു എന്നുള്ള കാര്യവും, ഇതൊരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന ഭഗവതിയാണെന്നും അതിനെ ചിന്തിക്കേണ്ടത് ചൊവ്വേനെ കൊണ്ടാണ്. ഏതെങ്കിലും 17 ദ്രേക്കാണാധിപൻ ചന്ദ്രനാ അല്ലേ? എങ്ങനെ എന്താ ചോദിച്ച്? മരം ഏതാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതൊക്കെ മരമൊക്കെ ചിന്തിച്ചു പോയാൽ ദിവസമൊന്നും മതിയല്ല. വൃക്ഷാദി നൃത്യശേൽ സ്വക്താൻ കേന്ദ്ര കേശ്ച ബലാന്വിദേഹി എന്നൊക്കെ നിയമമുണ്ട്. പ്രാച്യാദീത്യുക്തഭദ്രാശി ആരൂഢാദീന്യസൽക്ഷിരോ വൃക്ഷാദീൻ നൃത്യശേൽ സ്വക്താൻ കേന്ദ്ര കേശ്ച ബലാന്വിദേഹി. ഞങ്ങളെ കയ്യിൽ നിയമമൊക്കെ ഉണ്ട്, എങ്ങനെ ചിന്തിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്.
നവാംശകത്തിനാണ്. ഗുരുഗൃഹേ ദുഷ്ടദ്വിജ പ്രേരിതാ ചാമുണ്ഡി. ചൊവ്വ നിന്ന് ദൗർബല്യാദിയുദേ ശനൗ ക്ഷിതിഭുവായുക്തേതമാ വീക്ഷിത ചാമുണ്ഡ്യാദിനി പീഡ. ദൗർബല്യാദിയുദേ ശനൗ എന്ന് ചിതിഭുവായുക്രേതമാ വീക്ഷിത എന്നുള്ളതിന് ചൊവ്വേൻ്റെ ഫലമാണ്. കേതു എന്ന് വെച്ചാൽ ചാമുണ്ഡ്യാദിനി പീഡ. ചാമുണ്ഡി തുടങ്ങിയിട്ടുള്ളതായ ഇത് പഴയ ഇത് വളരെ പഴക്കമുള്ളതാണ് ഈ ഭഗവതി. അത് ദുർഗയല്ല കേട്ടോ. എന്താ എത്ര വർഗമുണ്ട്? ചന്ദ്രവർഗം ഉണ്ടോ? ഒറ്റൊന്നല്ലേ ഉള്ളൂ. 2 വ്യാഴവർഗം 1 ശുക്രവർഗം അല്ലേ? 5ാമത്തെ സപ്താംശകം ശനി. രണ്ട് ശനി 2 വ്യാഴം അല്ലേ? അതിലേതാ ഫലിക്കുക? ദ്രക്കാണഫലാണോ ഹോരാഫലാണോ ദ്വാദശാംശക ഫലാണോ? ദ്വാദശാംശക ദ്രേക്കാണ എങ്ങനെയാ? ദ്രേക്കാണ ഹോര നവ ത്രിംശാംശക ദ്വാദശാംശകോ? ത്രിംശാംശകം ദ്വാദശാംശകം. ദ്രേക്കാണാധിപതി ബലവാനാണ്. ഹോരാധിപതിക്ക് ബലമില്ല. നവാംശകാധിപതിക്ക് ബലമില്ല. ത്രിംശാംശകാധിപതിക്ക് ബലമുണ്ട്. ദ്വാദശാംശകാധിക്ക് ബലമുണ്ട്. ക്ഷേത്രാധിപന് ബലമില്ല. നവാംശകാധിപന് അല്ല സപ്താംശകാധിപന് ബലമുണ്ട്. അപ്പോൾ ദ്രേക്കാണാദേ വീര്യവതേ സ്വദൃഷ്ടേ ദ്രേക്കാണ രൂപം പ്രവദന്തി. അപ്പോൾ ദ്രേക്കാണ ഇതിലിപ്പോൾ ശനിക്കും ശുക്രനും ചന്ദ്രനുമാണ് ഇന്ത്യ ആൾക്കാർ. അതിലേറ്റവും ബലവാനാര്? ശനി നീചാംശം കൊണ്ട് തള്ളിപ്പോയി. ആ ശുക്രചന്ദ്രന്മാരാണ് പിന്നെ ബാക്കിയുള്ളത്. ശത്രുക്ഷേത്രമില്ല. അത് പാപഗ്രഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് ബലഹാനിയൊന്നും സംഭവിക്കില്ല. ചന്ദ്രനോ? ദ്രേക്കാണാദേ വീര്യവതേ സുദൃഷ്ടേ ദ്രേക്കാണ രൂപം പ്രവചന്തി. ദ്രേക്കാണാധിപനായിട്ടുള്ള ഗ്രഹത്തിന് ചന്ദ്രനായിട്ടാണ്. കണ്ണാടി ബിംബല്ലേ ഇത്? കണ്ണാടിയല്ലേ? കരിങ്കല്ലുകൊണ്ടുള്ള കണ്ണാടി ബിംബല്ലേ? കണ്ണാടി ബിംബ. ബിംബത്തിനൊന്നും തകരാറില്ല. അവിടെ കർമ്മപതിയായ ഗ്രഹത്തിന് പാപയോഗമില്ല. പക്ഷെ അതിലൊരു വൈകല്യം എന്തോന്നുണ്ട് ചെറുങ്ങനെ. അല്ല, അതിൽ കൂടുതൽ ഫലം ചന്ദ്രൻ്റെ ഫലം കൂടുതലായിട്ട് വരൂ. ചന്ദ്രശുക്രന്മാരുടെ ഫലം ഒരു രജോ ഗുണപ്രധാനല്ലേ? ചന്ദ്രാർക്ക ജീവ ന്യസിതോ കുജാർക്കി. ചന്ദ്രാർക്ക ജീവ മന്ദാർക്ക ജീവനാ. ചന്ദ്ര അർക്ക ജീവ. അതിപ്പോൾ ഇന്നങ്ങനെ ആരാധിക്കുന്നതായിരിക്കുമോ? ഏത്? അയ്യ, അതൊന്നും ചന്ദ്രനാണ്. ഇതിൽ ഭദ്രകാളിയായിട്ട് പൂജിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള അറിയായിരുന്നു അല്ലേ? കാളിയായിട്ട് അവിടെ പൂജിച്ചിട്ടുണ്ട് എന്നുള്ള പറയാം. അതിപ്പോ അവിടുന്ന് പറഞ്ഞില്ലേ എന്തോ ഭദ്രകാളിയായിട്ട് അവിടെ കുറെ കാലം പുഷ്പ
അതിന് ശേഷമാണോ ഇത് വനദുർഗയായിട്ട് കണക്കാക്കി? പക്ഷെ ഭദ്രകാളിയാണോ ഇതെന്ന് സംബന്ധിച്ച് ചൊവ്വയല്ലേ സർവം. ചൊവ്വയായിട്ട് വരുമ്പം ഭദ്രകാളി സ്വഭാവം തന്നെയാണ്. അവിടെ ദേവി മഹാത്മ്യത്തിൽ വനദുർഗയല്ലോ, അസല് ചാമുണ്ടിയല്ലേ. ഇല്ല, നാരായണീ സ്തുതി അല്ലേ, സമൂഹമായിട്ട്. ദേവി മഹാത്മ്യം എന്നൊക്കെ പറഞ്ഞാൽ വനദുർഗയല്ല എന്നുള്ള വ്യക്ത. അത് പണ്ടേ ദേവി മഹാത്മ്യം ഉണ്ടോ? അത് തുടങ്ങിയതാണ്. അല്ല, വൃക്ഷത്തിൻ്റെ ചോട്ടിലായിരുന്നു. ആ, അത് ശരിക്കും പ്രാസാദങ്ങളൊന്നും വേണ്ടാണ്ട് അതിന് ചുറ്റുമതിലൊന്നും ഇല്ലായിരുന്നു പണ്ട് അല്ലേ. മന്ദാരം, മന്ദാര പുഷ്പ എങ്ങനെ ഇതിന്റെ വേര് വന്നിട്ട് ആ ദുർഗയ്ക്ക് ഇളക്കം വന്നപ്പോഴാണ് ഈ മരം മുറിച്ചത്. അല്ല, മരം മുറിച്ചുള്ള ദോഷമല്ല, മരം ഒരു അടയാളം മാത്ര. എങ്ങനെ വെളിയിലിരുന്ന് അത് കുഴിച്ചിട്ടാണ്. അല്ല, അത് നാലാം ഭാവ ബന്ധത്തിലുള്ളതാ. നാലാം പാതകാധിപനായിട്ട് 4 ഒരു ധർമ്മതി. ഇത് ഏതോ ഒരു കുടുംബക്കാർ ആരാധിച്ചൊരു ദേവതയത്, ഏതോ ഒരു വീട്ടുകാരുടെ ദേവതയത്. ആ, അല്ല, ധർമ്മദൈവസ്യ ബാധാവാച്യ ഭക്ത്യാ പ്രതിസമമിതം പൂജനീയ സമൃദ്ധി ബാധാതീചേ ഗതവതി സുഖം. പാതകാധിപനായിട്ട് 4 നിൽക്കുന്ന ഗ്രഹ. ഇത് ഏതോ ഒരു കുടുംബത്തിൻ്റെ ഒരു ധർമ്മദൈവ. അതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കുടുംബക്കാരുണ്ട്, താമരശ്ശേരി. ആ, താമരശ്ശേരിയിൽ നിന്ന് കൊണ്ടുവച്ചതായി. സ്ഥലത്തിന്റെ അധിപതി താമരശ്ശേരിക്കാരാ. അവര് തെക്ക് പടിഞ്ഞാറായിരുന്നോ? ആ തെക്ക് പടിഞ്ഞാറുള്ള സ്ഥാനത്തു നിന്നാണ് ഇതിങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ, ഈ സ്ഥലത്തിന്റെ ഉടമ. അപ്പൊ അവരുടേതാണിത്. ആ, 1ാം അധികാര സ്ഥാനമുണ്ട്. അതാ. അപ്പൊ താമരശ്ശേരിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭഗവതിയായത് അവരുടെ കുടുംബത്തിൽ വെച്ച് ആരാധിച്ച ഒരു താമരശ്ശേരിക്കാർ ഭഗവതിയാണെന്നാ കേട്ട്. ഓ, എന്നാ ഇത് ഗോചര ശരിയാ. ഇതാണ്, അത് തെക്ക് പടിഞ്ഞാറാണ് ആ കുടുംബം. നാടകാധിപനായിട്ട് 4ാമത്തെ രാശിയിൽ ദൈവസ്യ ബാധാവാച്യ നാഗത്തിനോട് ചേർന്ന് കണ്ടു. അത് ജൈവേനൈകരിപു നരേന്ദ്ര സജീവ ഖ്യാതോഭയോൽപാത്മജ എന്നല്ലേ. ഒരു മിനിറ്റ്. ജൈവേനൈകരിപു അനൈകരിപു എന്നല്ലേ. ധാരാളം ശത്രുക്കളെ നേരിടുന്ന ഒരു ശത്രുസംഹാരമൂർത്തിയെ പോലെയാണ്. നരേന്ദ്ര സജീവ ഖ്യാത അഭയ അൽപാത്മജ ബാഹ്യോദ്ധാസ സൗമ്യേ. അപ്പോൾ യുദ്ധത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉള്ളതാണ്. ചൊവ്വയായിട്ട് വന്നതുകൊണ്ട് തനി സാത്വികമായിട്ടുള്ള ഭഗവതി അല്ലത്. ഇത് ശരിക്കൊരു ഭദ്രകാളി സ്വഭാവത്തിൽ ആരാധിച്ചാൽ മോശം വരാത്തതാണ്. എങ്ങനെ വനദുർഗയായി എന്നുള്ളതിലേ സംശയമുള്ളൂ.
ബുധനും ചാമുണ്ടിയാണ്. ബാധകാധിപതിർ ലഗ്നം ലഗ്നേ സംവായതി. ഈ ഭഗവതിയുടെ ദോഷം താമരശ്ശേരിക്കാർക്കുണ്ട്. താമരശ്ശേരിക്കാരെ അത് ബാധിക്കുന്നുണ്ട്. അത് അവിടുത്തെ വിവാഹ ജീവിതങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒക്കെ വിവാഹത്തിനെയാണല്ലോ ബാധിക്കുന്നത്. വേറെ പലയ്ക്കലും പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അതാ വൈവാഹിക ജീവിതത്തിനെയൊക്കെ തയ്യാറാക്കുന്ന ഉണ്ടല്ലേ അവിടെ. ആദ്യം ഒരു കല്യാണം കഴിച്ച് ഭാര്യ നഷ്ടപ്പെടുവോ അങ്ങനെ എന്തോന്ന് വന്നു, പിന്നെ തീരെ കല്യാണം കഴിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നൊരു ഫലം എന്താ? രണ്ടാമതൊരു കല്യാണത്തിന് പലരും നിർബന്ധിച്ചിട്ടും അവരതിന് നിന്നില്ല. അങ്ങനെ ഒരു ഫലം ഉണ്ടായില്ലേടാ. ഭാസ്വഭൗമൽ നവാംശേ തൗവായസ്തസമസ്തോ ഭവതി ഖലു നടാം വല്ലഭാവ് ഏകൈവ നൂനം. ചൊവ്വയുടെയോ സൂര്യൻ്റെയോ നവാംശകം 7ാമത്തെ രാശിയിൽ വന്നാൽ ഏകൈവ നൂനം, ഒറ്റ കല്യാണത്തിന് നിൽക്കുക അയാൾ, രണ്ടാമതൊരു കല്യാണത്തിന് നിൽക്കില്ല. ഭാസ്വഭൗമൻ നവാംശേ തൗവായസ്തസംസ്ഥവും 7ാമത്തെ രാശിയിൽ ഭാസ്വത്തിൻ്റെയും ഭൗമൻ്റെയും സൂര്യൻ്റെയോ ചൊവ്വയുടെയോ നവാംശകം ഉണ്ടാവും. നവാംശം ഉണ്ടല്ലേ. അപ്പോൾ ഒറ്റ കല്യാണം മാത്രം കഴിച്ച ഒരാൾ രണ്ടാമത് കല്യാണത്തിന് വേണ്ടി പലരും നിർബന്ധിച്ചെങ്കിലും അവർ നിന്നില്ല എന്ന്. അതൊക്കെ താമരശ്ശേരി ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ തന്നെയാണിത്. തെക്ക് പടിഞ്ഞാറ് താമരശ്ശേരി. പിന്നെ അല്ല, അതെ, കുതിരവട്ടം പപ്പു പറഞ്ഞ താമരശ്ശേരിയല്ല, താമരശ്ശേരി ചുരം ഉണ്ടല്ലോ അതല്ല. ഇത് തെക്ക് പടിഞ്ഞാറുള്ള താമരശ്ശേരിയാണ്. അത് ശരിക്ക് താമരശ്ശേരി എന്ന് പറയുന്നത് ശരിക്കും ഒരു യോഗിമാരെയൊക്കെ ഒരു സ്ഥലം പോലെയാണ്, സന്യാസിമാരൊക്കെ ഉള്ള സ്ഥലം അത് ശരിക്ക്. 9ൽ വ്യാഴം, സുരഗുരു ശശിഹോര സ്വാർക്ക ദൃഷ്ടാസു ധർമ്മേ ഗുരുരഥ നൃപതീനാം യോഗരത്തെ. സന്യാസിമാർക്ക് ക്ലാസ് എടുത്ത ആൾക്കാരാണെന്നല്ലേ. അവിടെ അത്രയും യോഗ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഏതോ സന്യാസതുല്യന്മാരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. ഏകസ്ഥാനേ ഖേദരാണാം ചതുർണാം യോഗസ്ഥ്യസ്യുർമാനവാനാം പ്രസൂതോ തെസ്യുർഭൂമിപാലവംശേ വിജാത കാന്താരാന്തർവാസിന സർവദേവാന. അപ്പോൾ ഒരു രാശിയിൽ തന്നെ ഒട്ടനവധി ഗ്രഹങ്ങൾ വന്നാൽ അത് സന്യാസയോഗമാണ്. ചന്ദ്രനും വ്യാഴവും ബുധനും സൂര്യനൊക്കെ വന്നില്ലേ. ചിലപ്പോൾ സന്യാസിത്താനായിപ്പോയെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ആണ് ഈ ഭഗവതി നേരെ അല്ലെങ്കിൽ അവർക്കും അതിൻ്റെ ദോഷമുണ്ട്. അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ആ ഭഗവതി ദുർഗയാണെന്ന് പറയാനുള്ള നിയമങ്ങൾ വളരെ കുറഞ്ഞിട്ടാണ് കാണുന്നത്. ദുർഗയല്ല, അത് ഭദ്രകാളിയായിട്ടാണ് കാണുന്നത്. അതൊന്നുകൂടി ആലോചിച്ചിട്ട് നിശ്ചയിക്കുക. കാരണം ഇത്രയും കാലം ഒരാളായിട്ട് ആരാധിച്ചു, പ്രശ്നം കഴിഞ്ഞതിനോട് കൂടി വേറൊരാളായിപ്പോയാൽ അതും മോശമാണ്. അപ്പോൾ അത് ഇനിയും തെളിവുകൾ കിട്ടിയാൽ മാത്രമേ വന്നോടൂ. അത് സത്യത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ചൂല് പിടിച്ച സ്ത്രീനെ കണ്ടതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ഒരു തടസ്സമായിട്ട് അതുണ്ട്. ഈ ഭഗവതി ഉണ്ടല്ലോ, ഈ ഭഗവതി ആരാധനയിലുള്ള കാര്യങ്ങൾ ഇവിടുത്തേക്ക് ഒരു ജ്യേഷ്ഠാഭഗവതിയെ പോലെയാണ് ഇപ്പോൾ. അതെന്താ നോക്കണം. അത് കുറച്ചുകൂടി പോയി നോക്കുക, എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടാവും. അതാ പാപാലോകിത സംയുതന്ത് നിതരാം നീജാച്ച ചോരാദ്ഭയം. ഈ താമരശ്ശേരിക്കാർക്ക് സുബ്രഹ്മണ്യൻ്റെ ആരാധന ഉണ്ടായിരുന്നു. താമരശ്ശേരിക്ക് ബാധകാധിപ സ്വാലയെ സംസ്ഥാപ്യന്നഹം എന്ന് കാണിച്ച ചൊവ്വയാണ്. അപ്പോൾ താമരശ്ശേരിക്കാരുടെ കുടുംബത്തിൽ വെച്ച് വളരെ പഴയ കാലത്ത് സുബ്രഹ്മണ്യ ആരാധന നടത്തിയിട്ടുണ്ടായിരുന്നു. താമരശ്ശേരിയിൽ കുട്ടികളില്ലാത്ത അവസ്ഥയൊക്കെ അല്ലേ. അങ്ങയിൽപ്പെട്ടതാ, താമരശ്ശേരിയിൽപ്പെട്ടതാ. അതൊന്നുകൂടി ചിന്തിക്കുക ഭഗവതീൻ്റെ കാര്യം. ആ ഭഗവതിയും സുബ്രഹ്മണ്യനും സാളഗ്രാമങ്ങളും ശിവലിംഗങ്ങളും ഒക്കെ ആയിരുന്നു വളരെ പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഗൃഹം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ആരാധിച്ച് വന്നതുമാണ്. ആ ഗൃഹത്തിൽ ആരാധിച്ചതായ ദേവതയാണ്. ഇതൊരു ജ്യേഷ്ഠാഭഗവതിയെ പോലെയാണ്. ഇവിടുത്തെ ഒരു ഐശ്വര്യ ക്ഷയത്തിന് ഇപ്പോൾ എന്തോ കാരണമാവുന്നു. ഭഗവതീനെ പ്രതീക്ഷിച്ചത് ഐശ്വര്യ അക്ഷയമാണെന്നല്ല കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഐശ്വര്യ ക്ഷയത്തിന് അത് കാരണമായി തീരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നോക്കി വ്യവസ്ഥ ചെയ്യണം.
അങ്ങനെ അതാർക്ക് ആർക്കാ ഭയം? അയ്യയ്യേ, അങ്ങനല്ല. ശ്രീരാമന്റെ ബലമൊന്നും ഇവിടെ കുറവില്ല. നല്ല ശ്രീരാമനെ പറ്റി സത്യം പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇതുവരെ ഒരു വാക്ക് ശ്രീരാമനെ പറ്റി പറഞ്ഞില്ല. എന്നെ പറ്റിയൊന്നും പറയണ്ടെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു നിമിത്തോ ലക്ഷണമോ കിട്ടണ്ടേ? ആ ലക്ഷണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. കാരണം മൂപ്പര് പെർഫെക്റ്റാ. തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹ തുംഗസ്ഥിരേ തനുപദോ സധനസ്സവീര്യോ ജേതാദ്യുഷാം ഖലുഭവേൽ പ്രഥമാനതേജാഹ. നല്ല ഐശ്വര്യത്തോടും സമൃദ്ധിയോടും സന്തോഷത്തോടും കൂടി നിൽക്കുന്നു. തകരാറാക്കിയത് വെങ്കടാചലപതിയും ഈ ഭഗവതിയും ഗണപതിയൊക്കെയാണ്. ഓൽക്കൊക്കെ പരിഭവമുണ്ട്. ഹനുമാന് പരിഭവമുണ്ട്, ഗണപതിക്ക് പരിഭവമുണ്ട്, വനദുർഗയ്ക്ക് പരിഭവമുണ്ട്. ദേവാലയപതിയായിട്ട് അവിടെ നിൽക്കുക. അദ്ദേഹം വളരെ ബലവാനാണ്, ഒരു കുഴപ്പമില്ല. ഇനി ആലോചിച്ച് നോക്കണം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ. ആ ചൈതന്യൊന്നും ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോവില്ല. അതുകൊണ്ട് ഇതിനെ ആരാധിക്കാതിരുന്നാൽ ദോഷമാണ്. ഇതൊരു ജ്യേഷ്ഠാഭഗവതിയെ പോലെയാണുള്ളത്. ചൂല് കയ്യിലെടുത്ത ആൾ എന്തിനും ഇവിടെ എത്തുമ്പോൾ കണ്ടു. അതാ തൃക്കേട്ടയിൽ മുഹൂർത്തവും വന്നു. കേട്ട പ്രശ്നമൊക്കെ അത്രയും പ്രൗഢമായിട്ട് ക്ഷണിച്ച പ്രശ്നത്തിലാണ് അങ്ങനെ സംഭവിച്ച്. അപ്പോൾ അവിടെ നിന്നുള്ളത് പോലെയല്ല, ഈ സങ്കേതത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ അത് ആടെത്തുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കും. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം അങ്ങനെ പോട്ടെ. ഏതോ ഒരു ദേവതയിൽ എന്തോ ഒരു ഭേദം വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഭദ്രകാളിയായിട്ടാണ് കാണുന്നത്. ഇനി ആ കടന്നു വരുമ്പോൾ മാർഗം മന്ദിരഗതി 4-ാം ഭാവം അടല യോഗ തന്നെയാണ്. അത് നോക്കിയിട്ട് പറയാം. അപ്പം മന്ദിരഗതിയിൽ നിൽക്കുന്ന ചൊവ്വയാ. ഏകാർഗളം. പിന്നെന്താ? ഇന്ദ്രമുഹൂർത്തം. അതുമായില്ലേ തൃക്കേട്ട മുഹൂർത്തത്തിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രതിഷ്ഠാദി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല മുഹൂർത്തം നോക്കി ചെയ്യണം. മുമ്പ് അത്ര സമയത്തിൽ നിഷ്കർഷിക്കാണ്ട് ചെയ്തതിൻ്റെ ചില വൈകല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിങ്ങനെ പരിഹരിക്കാൻ കഴിയുള്ളൂ. നല്ല മുഹൂർത്തത്തിൽ ഇനി മാറ്റി പ്രതിഷ്ഠിക്കാം. ഇനി സമയാദി നിരൂപണത്തിൽ നാഴിക വിനാഴിക 18:36. 18:36. ഒരു 4-4 4:32 4-3 12 6-4 24 26 12 4-3 7 മൃതി വിഭ്രമം കലഹം സൗഖ്യം നിർഗമം. ഗതനാടികാഫലം നിർഗമം. നിർഗമം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുന്ന് പുറപ്പെട്ട് പോവുക എന്നാ. പുറപ്പെട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നള്ളത്തുകളുണ്ട്. ശിവന്റെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണല്ലോ. ശിവക്ഷേത്രത്തിനടുത്ത് വരെ പോയ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ശിവക്ഷേത്രം വരെ പോയ സ്ഥലം എന്തോന്ന് സംശയമുണ്ട്. ശിവക്ഷേത്രത്തിന് ആറാട്ടുകുളം എന്നുള്ളതല്ല, ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ പോയ അവസ്ഥ ഉണ്ട്. സ്വഗ്രാമസ്ഥിത ദേവത. ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവം ചൊവ്വയ്ക്കുണ്ടല്ലോ. ഒരു ഗ്രാമത്തിന് മൊത്തം ഇങ്ങനെ ഊരുവലയം വെച്ച് വരുന്ന പോലുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? അത് ഗണപതിന് അതല്ല. ഇവിടുത്തെ ഉത്സവകാലത്ത് അങ്ങനെ ഗ്രാമത്തിന് ഒരു ഗ്രാമത്തിന് ഒരു പ്രദർശനം ചെയ്ത് സ്വഗ്രാമസ്ഥിത ദേവത എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഗ്രാമം പ്രദക്ഷിണം ചെയ്ത് 7-ാം ഭാവം വഴി മാർഗം അവിടെ സ്വഗ്രാമൻ സ്ഥൻ എന്ന് പറയുന്ന ചൊവ്വയാണുള്ളത്. അപ്പോൾ ഒരു ഗ്രാമബലി പോലെയൊക്കെയാണത്. ഗ്രാമത്തിലൊക്കെ പ്രദക്ഷിണം ചെയ്ത് വരിക. പ്രധാനമായിട്ട് 4 എഴുന്നള്ളത്തുകൾ, 4 അല്ല 5 ഉണ്ട്. അതിൽ 4 പ്രാധാന്യം എന്നാണ് കാണുന്നത്. എത്ര എഴുന്നള്ളത്തുകളുണ്ട് ഇവിടെ? പുറത്തെഴുന്നള്ളിക്കുന്നത് 3 4 ഉണ്ട്. അതെ 4 വേണോ? 4 എഴുന്നള്ളത്തുകളാണ് അവിടെ കാണുന്നത്. വഞ്ചിയെടുപ്പ് 1, ആറാട്ടിന് പോകുന്ന 1.
അല്ല, ആഘോഷപരമാണല്ലോ. ആ അപ്പം എത്ര 4 ആ 4 ഇനളത്തുകൾക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. അതിൽ നിർഗമം എന്നല്ലേ? നിർഗമം എന്നുള്ള നല്ലതാ. നിർഗമം അതോളായി. അതാ 5 വേണ്ടതാണെങ്കിലും 4 പ്രാധാന്യമായിട്ടാണ് കാണുന്നത് പറഞ്ഞില്ലേ? അതാണ് നിർഗമം. അടുത്തത് 18 36 18 36 3:45 3:45 ആ 5ാമത്തെ ഗ്രഹോദയം ചന്ദ്രൻ അല്ലേ? ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ. ഗ്രഹോദയം ശുക്രൻ. ജീവജ്ഞാസ്ഫുജിതാം ക്രിയാഹി സകലാ സിദ്ധേയുരിന്തോ ശനേനാന്യേഷാമുദേ വദേദ്യതി സുധി സഞ്ചിന്യ വൃക്ഷാവിധൗന. ശുക്രനാണ് ഗ്രഹോദയത്തിൽ വന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധിക്കും. അഖില അഭിമതകൃത്ത് എന്നൊക്കെ വേറെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ ശുക്രനാണ്. അപ്പോൾ കാര്യസാധ്യമാണ് ഫലം. അപ്പോൾ ഇവിടെ വന്നാൽ കാര്യത്തിന് സാധ്യമുണ്ട്, എന്ത് കാര്യവും സാധിക്കും ഇവിടെ എന്നാൽ. കാര്യതടസ്സം ഉണ്ടാവില്ല. അപ്പം ഗണപതിപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് പ്രശ്നം ക്ഷണിക്കുമ്പം സാക്ഷിയായിട്ട് നിന്ന് അല്ലേ? ഗ്രഹം ശുക്രനാണ്. എന്നെക്കൊണ്ട് ഗണപതി ആ സാക്ഷിയായിട്ട് നിന്ന് ശരിക്കും. അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോൾ ഗണപതിനൊന്ന് സാക്ഷിയായിട്ട് നിർത്തണം. ഇവിടെ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഗണപതിക്കൊരു വിശേഷം വേണമെന്നാണ്. ഗണപതിനെ ഭംഗിയായിട്ട് ആരാധിക്കണം. ഗണപതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ്, മര്യാദയ്ക്ക് വിളക്ക് പോലും വെക്കുന്നില്ല എന്നാണ്. വിളക്കന്നെ കുറയുന്നു, അതിൻ്റെ പ്രൗഢി കുറയുന്നു. അത് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കണം എന്ന് കാണിച്ചിട്ടുണ്ട്. അന്ന് ഗണപതിൻ്റെ വിളക്ക് വെച്ചാലും കെട്ടുമില്ല. അതാ അവിടെ പിന്നെ നിർമ്മാണ പ്രവർത്തനത്തിൽ വന്ന വൈകല്യങ്ങളൊക്കെ തീർക്കുകയും ഒക്കെ ചെയ്താൽ മതി. 1, 2, 3, 4, 5 ഓജം യുഗ്മം. ഓജം യുഗ്മം പൃഥ്വിക്ക് 1.25 1.25 1:45 30 അല്ലേ? അപ്പം അവസാനത്തെ ആകാശഭൂതം. ആകാശ ഉദയകാലേ സിദ്ധ്യത്തെ അശുഭം വിശേഷേണാണ് ഒരിക്കൽ പറഞ്ഞത്. ഗമനാഗമാതി ചലകാര്യം സിദ്ധ്യതി. ഗമനാഗമാതി കാര്യങ്ങൾ, അങ്ങോട്ട് പോവുക, മറ്റൊരു ദേവൻ ഇവിടെ വരിക, അങ്ങനെയൊക്കെയുള്ള പൂർണ്ണത്രേശ്യം ഇവിടെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നും. മന്യർവാരിഭയായുരക്ഷതി ശരീരാരുഗൃഹപ്രോക്ഷണം പാദം വാ ശിശുകാരികസ്യ ദഹനേ കൃത്യാത്മജേതീശ്വരം വായുശ്ചോരമയ പലായനോപി സ്ഥാനം വിസർജ്യ ആത്മനഃ ദന്ത്യസ്യോദ്യ അതിരോഹണം ച വിതരേത് വ്യോമോദയശ്ചേൽ പുനഃ മന്ത്രാദേരുപദേശലബ്ധിരസകൃദ്ദേവപ്രതിഷ്ഠാപനം എന്ന. ആകാശഭൂതം വന്നു കഴിഞ്ഞാൽ മന്ത്രാദേശ ഉപദേശലബ്ധി. ഇവിടെ ശരിക്കും പൂജിക്കാനുള്ളതായ മന്ത്രങ്ങളൊക്കെ ആചാര്യൻ്റെ അടുക്കൽ നിന്ന് ഉപദേശമായിട്ട് വാങ്ങണം എന്നാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ശാന്തിക്കാരനാണെന്ന് പറഞ്ഞ ഒരാൾക്ക് പൂജ കഴിക്കാൻ പറ്റില്ല. ഇവിടുത്തെ സിസ്റ്റം മറ്റുള്ള സിസ്റ്റങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ശരിക്കും ഒരു പൂജകനായിട്ട് ഒരാൾ മാറി വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അങ്ങനെ അവരോധിക്കുന്നത് പോലെ, ഇവിടുത്തെ ഒരു പൂജകനായിട്ട് അവരോധിക്കുന്നത് പോലുള്ള ഒരു ചടങ്ങുമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ ഇവിടെ? ഇല്ല. മന്ത്രാദേയൊരു ഉപദേശ ലബ്ധിയാണ്. മന്ത്രങ്ങളുടെ ഉപദേശം കൊടുക്കുകയും വാങ്ങുകയൊക്കെ വേണം എന്നർത്ഥം. അസകൃത് ദേവപ്രതിഷ്ഠാപനം, ദേവപ്രതിഷ്ഠ വേഗം തന്നെ ചെയ്യണമെന്നു ആകാശഭൂതത്തിൽ വന്നാൽ. മന്ത്രാദേരുപദേശലബ്ധി രസകൃത് ദേവപ്രതിഷ്ഠ ദന്ത്യശ്യോദ്യ അതിരോഹണം ച വിതരേതെന്നല്ലേ? ആനയും കുതിരയും
ഒക്കെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാളാണ്. അപ്പോൾ എഴുന്നള്ളത്ത് വളരെ ഗൗരവമായിട്ടും ഗംഭീരമായിട്ടും പ്രൗഢമായിട്ടും നടത്തിക്കോളൂ. രാജകീയമാണ്. മന്ത്രാതേരുപദേശലബ്ധി അസകൃദ്ദേവ പ്രതിഷ്ഠ. ഇവിടുത്തെ മന്ത്രത്തിന് തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലില്ലാത്ത എന്തോ ഒരു മന്ത്രം ആണ് ഇവിടെ. അങ്ങനല്ലേ? അങ്ങനെ ഉണ്ട്. അതാ മന്ത്രം ധ്യാനമൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ ഒരു ഉപദേശമായിട്ട് പൂജകന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി മേൽ ചന്ദ്രക്രിയാഫലം 9. ദണ്ഡന ഏതാണ്? സ്ഥാനാൽഭ്രഷ്ട തപസ്വി പരയുദ്ര തസ്കര ഹസ്തിമുഖ്യാരൂഢ സിംഹാസനസ്ഥാ നരപതി അരിഹ. ദണ്ഡനേതാ? ദണ്ഡനേതാന്നാ 9. ദണ്ഡനേതാവാ? സുബ്രഹ്മണ്യൻ തന്നെയാ. ദണ്ഡായുധപാണിയല്ലേ അയാൾ? സുബ്രഹ്മണ്യ ആരാധന. കോദണ്ഡ രാമനാണ് അല്ലേ? ധനുരാശി വന്നാൽ തന്നെ കോദണ്ഡരാമനാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് ദണ്ഡായുധം, ദണ്ഡ് ആയുധമായിട്ടില്ല ആളാണെന്നാ. കോദണ്ഡപാണി, കോദണ്ഡരാമൻ എന്ന് പറയുന്നില്ലേ? കോദണ്ഡരാമനാണ് അവിടെ ഉള്ളത്. ക്രിയാണാം സദൃശം ഫലം അല്ലേ? ജാതകേജ മുഹൂർത്തേജ സമ്യക് ചന്ദ്രക്രിയാദയ. അതുകൊണ്ട് കോദണ്ഡരാമൻ്റെ ഭാവമാണ്. അപ്പം ലേശൊരു ക്രൗര്യമുണ്ട്, സാത്വികനല്ല. വെച്ചോളൂ. അപ്പം സമയം കഴിഞ്ഞില്ലേ?